എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേവിക പ്ലസ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് CSEB എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസിയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡിപ്രീസിയേഷൻ. നമുക്കറിയാം, അക്കൗണ്ടൻസിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ മുഴുവനായും അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു കുട്ടിയും ഉറപ്പായിട്ടും ആ കുട്ടി എന്ത് ചെയ്യും, ലിസ്റ്റിന്റെ മുകളിലെത്തും. കാരണം എന്തുകൊണ്ടാണ്, ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാതെ പഠിച്ച് കുറച്ചൊരു ഹാർഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പക്ഷെ അക്കൗണ്ടൻസിയുടെ ഭാഗത്തോ ഹാർഡ് വർക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു സ്മാർട്ട് വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടൻസിയുടെ ഭാഗവും എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, അക്കൗണ്ടൻസി മനസ്സിലാക്കി പഠിച്ചാൽ ഇത്രയും നല്ലൊരു സബ്ജക്ട് അല്ലെങ്കിൽ ഇത്രയും എളുപ്പമുള്ള ഒരു സബ്ജക്ട് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിപ്രീസിയേഷന്റെ ഭാഗത്തുനിന്ന് CSEB മുൻപ് ചോദിച്ചിട്ടുള്ളത്. ഈ തരുന്ന എല്ലാ ചോദ്യങ്ങളും CSEB മുൻപ് ചോദിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതെങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണയും മാറ്റിയും മറിച്ചുമായിരിക്കും ചോദ്യം ചോദിക്കുക. കുറെ ഒന്നുകിൽ നമ്മുടെ എന്താണ് ഡിപ്രീസിയേഷന്റെ ഡെഫിനിഷൻസ് തരും, അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ഏത് മെത്തേഡാണ്, ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡായിട്ടാണ് ചോദിക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിപ്രീസിയേഷന്റെ ഭാഗത്തുനിന്ന് CSEB മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഡിപ്രീസിയേഷൻ refers to a decrease in the value of fixed assets. അതായത് ഫിക്സഡ് അസറ്റുകളുടെ മൂല്യത്തില്, ആ വാല്യൂല് സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന കുറവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന്റെ മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം അപ്പം മനസ്സിലാവും. മൂല്യ തകർച്ച. എന്താണ് മൂല്യ തകർച്ച എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേ വരുന്നു, അതല്ലേ ഡിപ്രീസിയേഷൻ. നമ്മളിപ്പോ വലിയ ബിസിനസ് ആയിട്ട് ഒരു ബിസിനസിന്റെ സൈഡിൽ നിന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ വീട്ടില് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന നമ്മുടെ വണ്ടി, ഓക്കെ, നമ്മുടെ ഇതെല്ലാം ബൈക്കോ സ്കൂട്ടറോ കാറോ ഒക്കെ ഉണ്ടാവില്ലേ, അതിന്റെ വില എല്ലാ വർഷവും കൂടുകയാണോ ചെയ്യുക? അല്ല, കുറയുകയാണ് ചെയ്യുക. അല്ലെ, കാലം കഴിയും തോറും അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം കൂടുന്തോറും അതിന്റെ വില എന്ത് ചെയ്യുന്നു, കുറയുന്നു. നമ്മൾ വീട്ടിലോട്ട് വാങ്ങുന്ന TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, ഇതെല്ലാം തന്നെ ഉപയോഗിക്കും തോറും അതിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, കുറയുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എപ്പോഴും മൊബൈൽ ഫോൺ മാറ്റുന്നത് നമ്മുടെ പുതിയ, അതായത് നമ്മുടെ മൊബൈൽ അത്രയും ഉപയോഗിക്കാൻ പറ്റാതായിട്ടാണോ നമ്മൾ മാറ്റാറ്? അല്ല, അവിടെ മാർക്കറ്റിൽ പുതിയ ടെക്നോളജി വരുന്നു, പുതിയ അപ്ഡേഷൻ വരുന്നു. 3Gയിൽ നിന്ന് നമ്മൾ 4Gയിലോട്ട് പോകുന്നു, 4Gയിൽ നമ്മൾ 5Gയിലോട്ട് പോകുന്നു, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ മൊബൈലുകളായാലും അത്തരം ടെക്നോളജി മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ പുതിയ പ്രോഡക്ട്സ് വാങ്ങുന്നു. ഇത്ര തന്നെയാണ് ഒരു ബിസിനസ്സിലും സംഭവിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് നമ്മുടെ വസ്തുക്കൾ, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടികൾക്ക് ഉണ്ടാവുന്ന ഡിപ്രീസിയേഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെയാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിലും എന്ത് ചെയ്യുന്ന അക്കൗണ്ടൻസിയിലും ഡിപ്രീസിയേഷൻ പറയുന്നത്. നോക്കൂ, ഒരു ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റ് നമുക്കറിയാം, ടാഞ്ചിബിൾ ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്, അല്ലെ? ടാഞ്ചിബിൾ അസറ്റ്സ് ആണ് ഏതൊക്കെ? പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗും പ്ലാന്റ് ആൻഡ് മെഷീനറിയും എന്താണ്, ഫിക്സഡ് അസറ്റ്സ് ആണ്. ഇതിന്റെ ഒക്കെ വാല്യൂ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഗുഡ് വില്ല്, പേറ്റന്റ്, അത്തരത്തിലുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, അതിന്റെ വാല്യൂം എന്ത് ചെയ്യുന്നു, കുറയുന്നു. എന്നാൽ കറന്റ് അസറ്റുകൾ, ക്യാഷ് ഒക്കെ കറന്റ് അസറ്റ് ആണെന്ന് പഠിച്ചിട്ടില്ലേ? കറന്റ് അസറ്റിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കറന്റ് അസറ്റിന്റെ കേസിൽ ഫ്ലക്ച്വേഷൻ ആണ് ഉണ്ടാകുന്നത്. ചാഞ്ചാട്ടം എന്നാണ് അതിന്റെ മലയാളം. അതായത് ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ വരും. ഓക്കെ, അപ്പൊ ഫ്ലക്ച്വേഷൻ ആണ് ഏതിന്റെ കാര്യത്തിൽ ഉണ്ടാവുക, കറന്റ് അസറ്റിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഫ്ലക്ച്വേഷൻ ആണ്. ഫിക്സഡ് അസറ്റിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നത്, ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിക്സഡ് അസറ്റ്സിനെ നമ്മൾ എന്ത് പറയുന്നു, ഡിപ്രീഷ്യബിൾ അസറ്റ്സ് എന്ന് പറയുന്നു. ഫിക്സഡ് അസറ്റിനെ എന്ത് പറയുന്നു, ഡിപ്രീഷ്യബിൾ അസറ്റ്സ് എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നല്ലേ. ലാൻഡ് എന്ന് പറയുന്ന ഫിക്സഡ് അസറ്റിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മാറ്റി പരിഗണിക്കണം. നമ്മൾ ഇതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, ലാൻഡിന് എന്ത് ചെയ്യില്ല, വില ഒരിക്കലും കുറയാറില്ല. അങ്ങനെ തന്നെ അല്ലേ, ലാൻഡിന്റെ വില എപ്പോഴും, ലാൻഡിലുള്ള ബിൽഡിങ്ങിന്റെ വില കുറയുമായിരിക്കും, മൂല്യം കുറയുമായിരിക്കും, അതിന്റെ വാല്യൂ കുറയുമായിരിക്കും. പക്ഷെ ലാൻഡിന്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. അപ്രീസിയേഷൻ എന്നാണ് അതിന് പറയുക. അതിനെന്താണ് പറയുക, അപ്രീസിയേഷൻ. പക്ഷേ അക്കൗണ്ടിങ്ങിൽ, പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ, നമ്മൾ അപ്രീസിയേഷൻ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, കാൽക്കുലേറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട്, ഡിപ്രീസിയേഷനിൽ വരാത്ത അസറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, അത് ലാൻഡ് ആണ്. depreciation is not applicable to dash എന്ന് കൊണ്ട് തരും. ഓക്കെ, അവിടെ ലാൻഡ് ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും, മെഷീനറി, ഫർണിച്ചർ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും.
അല്ലെങ്കിൽ ഗുഡ് വിൽ എന്നൊക്കെ തരും. പക്ഷെ ലാൻഡിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗുഡ് വിൽ ഒക്കെ വരുമ്പോൾ അമോർട്ടൈസേഷൻ ആണ് വരുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഫിക്സഡ് അസറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ ആണെന്ത്, ഫിക്സഡ് അസറ്റ്സിനാണെന്ന് പറഞ്ഞു. ആ ഫിക്സഡ് അസറ്റിനെ നമ്മൾ എന്ത് പറയുന്നു, ഡിപ്രീഷിയബിൾ അസറ്റ്സ് എന്ന് പറയുന്നു. നോക്കിക്കേ, ഇനി ഓരോ ഡെഫിനിഷൻസ് ആണ് ഞാൻ പറഞ്ഞു. ഡിപ്രീസിയേഷൻ മീൻസ് decline in the value of fixed asset due to use, passage of time or obsolescence. Okay, or obsolescence. അപ്പോൾ ഇത്രയുമാണ് എന്താണ് ഡിക്ലൈൻ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, വില കുറയുന്നു. എന്തൊക്കെ കാരണം കൊണ്ട്, ഡ്യൂ ടു യൂസ്, ഉപയോഗം മൂലം. അതായത് നമ്മളൊരു മെഷീൻ വാങ്ങുന്നു, ആ മെഷീൻ നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിൽ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നു, അതിന്റെ വില എന്ത് ചെയ്യും, സ്വാഭാവികമായും അത് യൂസ് ചെയ്ത് കുറയുന്നു. പാസേജ് ഓഫ് ടൈം, ആ കാലം പോകുമ്പോൾ ഒരു അസറ്റിന്റെ വില കുറയും. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ ലോക്ക്ഡൌണിന്റെ തൊട്ട് മുന്നേ നമ്മളൊരു കാറ് വാങ്ങുന്നു. ഓക്കെ, ഒരു പുതിയ കാർ ആഗ്രഹിച്ച് വാങ്ങിയതാണ്. പക്ഷെ നമ്മൾ കാറ് വാങ്ങി ഷോറൂമിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോഴേക്കും ലോക്ക്ഡൌൺ വന്നു. നമുക്ക് മാസങ്ങളോളം നമ്മുടെ കാറ് പുറത്തേക്ക് എടുക്കാനോ യൂസ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആദ്യത്തെ ലോക്ക്ഡൌണിന്റെ കാലത്ത് വീട്ടിലേക്ക് പഴം വാങ്ങാൻ പോയ ഒരു പയ്യനെ പോലീസ് പിടിച്ച ഓർമ്മയൊക്കെ. ആ ഓർമ്മയുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ കാർ എന്ത് ചെയ്തിട്ടില്ല, പുറത്തിറക്കാതെ നമ്മുടെ കാർ ഷെഡിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു 3-4 മാസം നമ്മളത് ഉപയോഗിക്കാതെ വെക്കുന്നു. ഇപ്പൊ പുറത്തെടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമ്മൾ ആ ഷോറൂമിൽ കൊടുത്ത വില ആ കാറിന് കിട്ടുമോ? ഇല്ല. എത്രയായാലും അതിന്റെ വില എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. പക്ഷെ പാസേജ് ഓഫ് ടൈം കൊണ്ട് ഒരു അസറ്റിന്റെ വാല്യൂ കുറയാം. ബിൽഡിങ്ങുകളൊക്കെ കെട്ടിയിട്ടത് ആലോചിച്ചാൽ മതി, അടച്ചു കിടക്കുകയാണ്, വർഷങ്ങളായിട്ട് അത് അടച്ചു കിടക്കുകയാണ്, അതിന്റെ വാല്യൂ കുറയില്ലേ, കുറയും. ഓർ ഒബ്സലസൻസിന്റെ കാര്യം ഓർക്കാനാണ് ഞാൻ മൊബൈൽ ഫോണുകളെ കുറിച്ച് പറഞ്ഞത്. അതായത് പുതിയ ടെക്നോളജി, പുതിയ ഇൻവെൻഷൻസ്, പുതിയ ഇന്നോവേഷൻസ് വരുമ്പോ സ്വാഭാവികമായും ഉപയോഗിക്കുന്ന ആ ഫിക്സഡ് അസറ്റ്, നമ്മളിപ്പോ നമ്മുടെ കയ്യിലുള്ള ഫിക്സഡ് അസറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചേഞ്ച് ചെയ്യും. പുതിയ മെഷീനറി വരുന്നു, മോഡേൺ ടെക്നോളജി വരുന്നു, നമ്മൾ അത് എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയായിരിക്കും, നമ്മുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ അപ്പോഴും കാര്യമായിട്ട് ഒരു കേടുമില്ലാത്ത നമ്മുടെ കയ്യിലുള്ള അസറ്റ് മാറ്റുകയല്ലേ. അപ്പൊ ഇതൊക്കെ എന്തിന് കാരണമാണ്, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു അസറ്റിന്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിപ്രീസിയേഷൻ, ദ ഡിക്ലൈൻ ഇൻ ദ വാല്യൂ. ഇതെങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ തരാ, ഡാഷ് മീൻസ് ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഓഫ് എന്നാണ് തരാം. അപ്പൊ ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ വാല്യൂ കുറയുന്നു. ഏതൊക്കെയാണ് കാരണം, ഡ്യൂ ടു യൂസ്, ഉപയോഗം കൊണ്ട്, പാസേജ് ഓഫ് ടൈം ഓർ ഒബ്സലസൻസ്. ഒബ്സലസൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്. നോക്കിയേ, ഡിപ്രീസിയേഷൻ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് which has expired on account of its usage and or lapse of time. Same ആണ് ഒരു ഡെഫിനിഷൻ, ജസ്റ്റ് a sentence ആ, വേർഡുകൾ മാറി മാത്രം. നോക്കിയേ, പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് എ ഫിക്സഡ് അസറ്റ്, ഒരു ഫിക്സഡ് അസറ്റിന്റെ വിലയുടെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, എക്സ്പയർഡ് ആവുന്നു. എങ്ങനെ, അതിന്റെ യൂസേജ് കൊണ്ട് അല്ലെങ്കിൽ ലാപ്സ് ഓഫ് ടൈം കൊണ്ട്. അത് തന്നെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത്. അടുത്തത് നോക്കിക്കേ, ഡിപ്രീസിയേഷൻ മീൻസ് അലോക്കേഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് അസറ്റ്സ് ടു ദ പീരീഡ് ഓഫ് യൂസ്ഫുൾ ലൈഫ്. ഇതൊന്ന് ഓർത്തു വെക്കണം. എന്താണ്, ഒരു ഫിക്സഡ് അസറ്റിന്റെ വാല്യൂനെ, കോസ്റ്റിനെ, നമ്മളൊരു വില കൊടുത്തിട്ടാണല്ലോ വാങ്ങുന്നത്, ആ കോസ്റ്റ് പ്രൈസിനെ എന്ത് ചെയ്യുന്നു, അതിന്റെ യൂസ്ഫുൾ ലൈഫ്, അതായത് ഇത് 10 വർഷം ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാങ്ങിയതെങ്കിൽ ആ 10 വർഷത്തേക്ക് നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് മാറ്റും, അലോക്കേറ്റ് ചെയ്യുന്നു. അതിനെ നമുക്ക് എന്ത് പറയാം, ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയും, ഡിപ്രീസിയേഷൻ എന്ന് പറയും. അലോക്കേഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് അസറ്റ്സ് ടു ദ പീരീഡ് ഓഫ് യൂസ്ഫുൾ ലൈഫ്. അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ്, ഒരു മെഷീൻ വാങ്ങുന്നു, 10 വർഷത്തേക്കാണ് വാങ്ങുന്നത്. ഓക്കെ, ഒരു 50,000 രൂപയുടെ മെഷീനാണ്. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വർഷം കൊണ്ട് ഈ 50,000 ഒന്നിച്ച് അധികം വാങ്ങിച്ചതല്ലേ കൊണ്ട് അതിന് കോസ്റ്റ് പ്രൈസ് ആയിട്ട് മാറ്റി വെക്കുകയല്ല ചെയ്യുന്നത്. അതിന്റെ യൂസ്ഫുൾ ലൈഫ് 10 വർഷമാണെങ്കിൽ ആ 10 വർഷം കൊണ്ട് നമുക്ക് ഈ കോസ്റ്റ് പ്രൈസ് തിരിച്ചു വരാൻ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, എമൗണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, ഡിപ്രീസിയേഷൻ എന്ന് പറയാം. നോക്കിക്കോളൂ, the amount of depreciation basically depends upon the 3 factors. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. 1-2 കാര്യങ്ങൾ കൂടുതൽ ചേർക്കുന്നു. നോക്കിക്കേ, എമൗണ്ട്, അതായത് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് എങ്ങനെയാണ്, പ്രധാനമായും 3 കാര്യങ്ങളെ ആശ്രയിച്ചു. ഒന്ന് അതിന്റെ വില അല്ലെ, കോസ്റ്റ് വെച്ചിട്ട് തന്നെയല്ലേ നമ്മൾ ഡിപ്രീസിയേഷൻ. 2 നമ്മൾ പറഞ്ഞു യൂസ്ഫുൾ ലൈഫ്, എത്ര വർഷം ഉപയോഗിക്കാം. അതായത് ഒരു 50,000 കൊടുത്ത് നമ്മൾ ഒരേ സമയം 2 മെഷീൻ വാങ്ങുന്നു. ഈ മെഷീനെ എന്ത് ചെയ്യുമ്പോൾ 5 വർഷമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. മെഷീൻ ബി നമുക്ക് എന്ത് ഉപയോഗിക്കാം, 10 വർഷം ഉപയോഗിക്കാം.
5 വർഷം ഉപയോഗിക്കുന്നതിന്റെ ഡിപ്രീസിയേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം ഈ 5 വർഷം കൊണ്ട് നമ്മൾ ഈ 50,000 എന്ത് ചെയ്യണം? തിരിച്ചു പിടിക്കണം. ഇവിടെയോ? ഇവിടെ 10 വർഷം ഉപയോഗിക്കാൻ മതി. അപ്പൊ 10 വർഷം കൊണ്ട് എന്ത് ചെയ്താൽ മതി? തിരിച്ചു പിടിച്ചാൽ മതി. സ്വാഭാവികമായും ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറവായിരിക്കും. അപ്പൊ ഡിപ്രീസിയേഷൻ എമൗണ്ടിനെ ഏത് ബാധിക്കും? യൂസ്ഫുൾ ലൈഫ്. അതേപോലെ തന്നെ നെറ്റ് റിയലൈസബിൾ വാല്യൂ, അതായത് സെയിൽ വാല്യൂ എന്ന് പറയും. എന്താണ് സെയിൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 10 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞ ഈ മെഷീനറി ചുമ്മാ കൊണ്ടുപോയിട്ട് നമ്മുടെ ഗോഡൌണിന്റെ പുറത്ത് നമ്മൾ ഇടുകയല്ല ചെയ്യുന്നത്, ഫാക്ടറിയുടെ പുറത്ത് ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? സ്ക്രാപ്പ് വിലക്ക് വിൽക്കുന്നു. ആക്രിക്ക് കൊടുക്കാറില്ലേ? നമ്മുടെ വീട്ടിൽ നമ്മളൊരു ചെയർ വാങ്ങുന്നു, കുറെ കാലം നമ്മൾ ചെയർ ഇരിക്കാൻ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് അത് കുറച്ചൊന്ന് നരച്ചൊക്കെ കഴിയുമ്പോൾ, അതായത് അതൊന്നും അതിന്റെ പോളിഷ് ഒക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ അതിന്റെ മുകളിൽ കുറെ പഴയ പേപ്പറും എന്തെങ്കിലുമൊക്കെ ഇടാനായിട്ട്, വേസ്റ്റ് ഇടാനായിട്ട് ഉപയോഗിക്കും. അവസാനം അതെങ്ങനെയെങ്കിലുമൊക്കെ അതിന്റെ കയ്യോ കാലോ ഒക്കെ പൊട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെടുത്ത് തൊടിയിലേക്ക് ഇടും, പറമ്പിലേക്ക് ഇടുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ അടുത്ത ആഴ്ച ആക്രി പെറുക്കാൻ വരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തൊരു ചെറിയ പൈസ, 5 രൂപയോ 2 രൂപയോ എന്താണെങ്കിലും നമുക്കൊരു എമൗണ്ട് കിട്ടില്ലേ? നമ്മുടെ ഫിക്സഡ് അസറ്റിന്, നമ്മുടെ അസറ്റ് ആയിരുന്നില്ലേ ആ ചെയർ, എമൗണ്ട് കിട്ടിയില്ലേ? അതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ് സ്ക്രാപ്പ് വാല്യൂ. നിങ്ങൾ ബുക്കുകളിൽ സാൽവേജ് വാല്യൂ എന്നും ബ്രേക്കപ്പ് വാല്യൂ എന്നും ഒക്കെ കാണും. അതെല്ലാം തന്നെ ഏത് തന്നെയാണ്? നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ്. കാരണം എന്തുകൊണ്ടാണ് ഇത് ഡിപ്രീസിയേഷൻ എമൗണ്ടിനെ ബാധിക്കും എന്ന് പറയുന്നത്? ചെയർ പറഞ്ഞപ്പോഴാണ് നമ്മൾ 5 രൂപയും 2 രൂപയും നമ്മൾ വാങ്ങുന്ന ലക്ഷങ്ങളുടെ മെഷീനറിയാണ്. അപ്പൊ അതിന്റെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് നമുക്ക് 1000 എന്തായാലും എന്ത് ചെയ്യും? കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാണുമ്പോൾ നമ്മൾ സ്ട്രേറ്റ് മെത്തേഡ് പഠിക്കും. ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ബൈ യൂസ്ഫുൾ ലൈഫ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യാറ്? നമ്മൾ ഡിപ്രീസിയേഷൻ കാണുക. അതായത് 10 വർഷം കൊണ്ട് നമ്മൾ ഈ എമൗണ്ട് തിരിച്ചു പിടിക്കുമ്പോൾ 10ാമത്തെ വർഷം സ്ക്രാപ്പ് ആയിട്ട് എത്ര നമുക്ക് കിട്ടും എന്നുകൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഏത് കഴിയാൻ? ഡിപ്രീസിയേഷൻ എമൗണ്ട് ചെയ്യാൻ. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഒരു 10,000 രൂപയ്ക്കാണ് ഞാനൊരു മെഷീൻ വാങ്ങുന്നത്. 10,000 രൂപയുടെ മെഷീൻ. ഓക്കെ, കാരണം 10 വർഷത്തേക്കാണ്. ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് അതിന്റെ യൂസ്ഫുൾ ലൈഫ് തന്നു. എത്ര തന്നു? 10 വർഷം എന്ന് തന്നു. മറ്റൊരു കാര്യം കൂടെ തന്നു. 10 വർഷം ഉപയോഗിച്ചിട്ട് നമ്മളിത് തിരിച്ചു വിൽക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? 500 രൂപ സെയിൽ വാല്യൂ ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ എത്രമാത്രം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി? നമ്മള് 9,500 രൂപ നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ 9,500 രൂപ ഡിപ്രീസിയേഷൻ ആയിട്ട് കണ്ടാൽ പോരെ? കാരണം 500 രൂപയുടെ സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. 9,500 നമ്മൾ 10 വർഷം കൊണ്ട് എടുക്കുന്നു. ഓരോ വർഷവും നമ്മൾ 950 രൂപ വെച്ച് ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ 10 വർഷം 950 കിട്ടുമ്പോൾ നമുക്ക് 9,500 രൂപ കിട്ടും. ബാക്കി 500 നമ്മളത് വിറ്റിട്ടെടുക്കും. അപ്പൊ നമുക്ക് 10,000 രൂപ, നമ്മൾ 10,000 രൂപയുടെ മെഷീൻ വാങ്ങി 10,000 രൂപ അസറ്റ് എന്ത് ചെയ്തു? ആ സമയമാകുമ്പോഴേക്കും 10,000 രൂപയുടെ ഡിപ്രീസിയേഷൻ അക്യൂമുലേറ്റഡ് ഫണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇത്രയേ പറഞ്ഞുള്ളൂ. എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആരെയൊക്കെ? കോസ്റ്റിനെ, യൂസ്ഫുൾ ലൈഫിനെ, നെറ്റ് റിയലൈസബിൾ വാല്യൂനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നു. അടുത്തത് അക്കോർഡിംഗ് ടു ICMA ലണ്ടൻ, ഒന്നുമില്ല, ICMA ലണ്ടന്റെ എന്ത് ഡിപ്രീസിയേഷന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ തരുന്നത്. ഡിപ്രീസിയേഷൻ ഇസ് ദ ഡിമിനിഷൻ ഇൻട്രിൻസിക് വാല്യൂ. ഡിക്ലൈനിന്റെ അതേ അർത്ഥമാണ് ഡിമിനിഷനും, കുറയുക എന്നാണ് അർത്ഥം. ഡിമിനിഷൻ ഇൻ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദ അസറ്റ് ഡ്യൂ ടു യൂസ് ആൻഡ് ഓർ ലാപ്സ് ഓഫ് ടൈം. ഉപയോഗം കൊണ്ടോ കാലം കഴിയുന്നത് കൊണ്ടോ ഒരു അസറ്റിന്റെ വില കുറയുന്നതിന് തന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ. ആരുടെ ഡെഫിനിഷൻ ആണ്? ICMAയുടെ ഡെഫിനിഷൻ ആണെന്ന് ഓർത്തു വെക്കുക. നോക്കൂ, അടുത്ത മറ്റൊരു ഡെഫിനിഷൻ. ഡിപ്രീസിയേഷൻ മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് പെർമനന്റ്, continuing and gradual shrinkage in the book value of fixed asset. ഒന്നുമില്ല, ഡിപ്രീസിയേഷൻ പറയുന്നത് എന്താണ്? പെർമനന്റ് ആയിട്ട്, സ്ഥിരമായി, കണ്ടിന്യൂയിങ്, തുടർച്ചയായി, ഗ്രാജുവൽ ഷ്രിങ്കേജ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. എന്താണ് കുറഞ്ഞു വരുന്നത്? ഫിക്സഡ് അസറ്റിന്റെ ബുക്ക് വാല്യൂ കുറഞ്ഞു വരുന്നു. അതായത് ആദ്യത്തെ വർഷം 10,000 ആയിരുന്നു, പിന്നീട് നമ്മൾ അതിന് 1000 രൂപ ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയി കുറച്ച് ബുക്ക് വാല്യൂ 9,000 ആയിട്ട് കുറയും, വീണ്ടും 1000 രൂപ കുറച്ച് 8,000 ആയിട്ട് കുറയും. അങ്ങനെ കുറഞ്ഞു വരും അല്ലേ? അപ്പൊ അതിന് എന്ത് പറഞ്ഞത്? ഡിപ്രീസിയേഷൻ എന്ന് അഗെയിൻ പറഞ്ഞു, ഡിസ്ക്രൈബ്ഡ് ആസ് പെർമനന്റ്, കണ്ടിന്യൂയിങ് ആൻഡ് ഗ്രാജുവൽ ഷ്രിങ്കേജ് ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയുന്നു എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാമെന്ന്. ഡിപ്രീസിയേഷൻ നോക്കിക്കേ, ഡിപ്രീസിയേഷൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്പെൻസ് ബൈ എക്സ്പയർഡ് കോസ്റ്റ് ചാർജ്ഡ് അഗൈൻസ്റ്റ് ദ റവന്യൂ ഓഫ് എ ഗിവൺ അക്കൗണ്ടിംഗ് പീരീഡ്. ഇത് ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഡെഫിനിഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? എക്സ്പെൻസ് ഓർ എക്സ്പയർഡ് കോസ്റ്റ്
ചാർജ്ഡ് അഗെയിൻസ്റ്റ്, അതായത് നമ്മുടെ ഒരു വർഷത്തെ റവന്യൂ, ഒരു അക്കൗണ്ടിങ് പീരീഡിലെ നമ്മുടെ റവന്യൂവിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്യുന്നതാണ് ഏത്, ആ ഒരു എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പയർഡ് കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിപ്രീസിയേഷന്റെ പ്രിൻസിപ്പിൾസും കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് നമ്മൾ വളരെ വിശദമായിട്ടൊരു ചാപ്റ്റർ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമുക്ക് തെറ്റിപ്പോവാറുള്ള ഒരു ഭാഗമാണ്. അതായത് അയ്യോ ഇത് മണി മെഷർമെന്റ് ആണോ, അല്ലെങ്കിൽ ഇത് കൺസിസ്റ്റൻസി ആണോ, ഇത് കൺസർവേറ്റിസം ആണോ, അല്ലെങ്കിൽ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അങ്ങനെ പല പല കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അത് നമുക്ക് പിന്നീട് പഠിക്കാം. പക്ഷേ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട ചില കൺസെപ്റ്റ്സ് നമ്മൾ ഇപ്പൊ പഠിക്കുന്നു. നോക്കിക്കോളൂ, ഈ പറഞ്ഞത് എന്താണ്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് വരുന്ന റവന്യൂവിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പയർഡ് കോസ്റ്റ് ആണ് ഇത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു. നോക്കിക്കേ, calculation of depreciation expense follows the matching principle. നമ്മൾ പഠിക്കും അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ആണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. എന്ത് മാച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്, which requires that revenues earned in an accounting period be matched with the related expenses. നമ്മൾ ഒരു അക്കൗണ്ടിംഗ് പീരീഡില് നമ്മൾ ഏൺ ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത് എന്തുമായി മാച്ച് ചെയ്യണം, വിത്ത് ദ റിലേറ്റഡ് എക്സ്പെൻസസുമായിട്ട് എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം എന്ന് പറയുന്ന മാച്ചിങ് പ്രിൻസിപ്പിൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് എക്സ്പെൻസസ്. ഓക്കെ, ഈ വേർഡുകളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. കാരണം കുറച്ച് നേരം കഴിഞ്ഞാൽ മെത്തേഡ് ഫോളോയിങ് വരും. എവറി ഇയർ ഒരേ മെത്തേഡ് വേണമെന്നുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വളരെ വൃത്തിയായിട്ട് ഓർത്തു വെക്കണം. അതായത് എന്താണ്, കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസസ് follows matching principles of accountancy. എന്താണ്, which requires that revenues earned in an accounting period, ഒരു വർഷം നമ്മൾ നേടുന്ന റവന്യൂ എന്ത് ചെയ്യണം, be matched with the revenue related expenses, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസുമായിട്ട് മാച്ച് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. ഏതിൽ പറയുന്നത്, മാച്ചിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് അതിന്റെ കാര്യത്തിൽ പറയാം, ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് പറയാം. ഇനി നോക്കിക്കോളൂ, ഷോയിങ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്സ് നോട്ട് അപ്രീസിയേഷൻ. അതായത് ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ അക്കൗണ്ടിങ്ങിൽ കാണിക്കണം. നമ്മുടെ ബാലൻസ് ഷീറ്റിലായാലും അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് അത് കാണിക്കണം. അപ്രീസിയേഷൻ കാണിക്കാനും പാടില്ല. നമ്മൾ പറഞ്ഞു ലാൻഡിന് അപ്രീസിയേഷൻ ആണ്, അത് നമ്മൾ പൊതുവേ എന്ത് ചെയ്യില്ല, കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ജനറലി ഏതൊരു അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ സ്പെഷ്യലി നമ്മൾ അത് കൺസിഡർ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതേത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ. പ്രൂഡൻസ് എന്ന് നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ പ്രൂഡൻസ് എന്ന അക്കൗണ്ടൻസിയിൽ പറയുന്ന പ്ലേയിങ് സേഫ് പ്രിൻസിപ്പിൾ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്ലേയിങ് സേഫ് എന്നൊക്കെ പറയുന്നത്. എന്താണത്, അതായത് നമ്മൾ നമ്മുടെ ബിസിനസ്സിന് ഭാവിയിൽ വരാൻ പോകുന്ന നഷ്ടങ്ങളെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ കുറച്ച് എമൗണ്ട് എപ്പോഴും പ്രൊവിഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയാറില്ലേ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്സ് ആൻഡ് ഔട്ട്പുട്ട് ഡെബ്സ് അല്ലെ, അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫിക്സഡ് അസറ്റുകൾക്ക് തേയ്മാനം സംഭവിക്കും. നമ്മുടെ ഫിക്സഡ് അസറ്റുകൾ ഉപയോഗം കൊണ്ട് എന്ത് ചെയ്യും, ഉപയോഗിക്കും. 10 വർഷം കഴിയുമ്പോൾ നമ്മളത് മാറ്റേണ്ടി വരും. അത് നമുക്ക് 10 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ കാലങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മളൊരു വണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതിന് ഇടയ്ക്കിടയ്ക്ക് റിപ്പയർ വരും, മെയിൻ്റെനൻസ് വരും. ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട നമ്മുടെ എന്താണ്, നമ്മുടെ ചെലവുകളാണ് അല്ലേ. എന്നാൽ ഭൂമിക്ക് വില കൂടുമെന്നുള്ളത് നമുക്ക് വന്നേക്കാവുന്ന ഒരു നേട്ടമാണ്. അപ്പോൾ അക്കൗണ്ടിങ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് വരാനിരിക്കുന്ന നഷ്ടങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി കാണണം. നമ്മൾ വരാനിരിക്കുന്ന നേട്ടങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, രേഖപ്പെടുത്താറില്ല എന്നുകൂടി ഓർത്തു വെക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് നമ്മൾ ഡെപ്റ്റേഴ്സിന് കൊടുക്കുമ്പോൾ എന്താവും, ഡിസ്കൗണ്ട് അലൗഡ് ആവും അല്ലെ, അത് നമ്മൾ അതിൽ രേഖപ്പെടുത്തും. പക്ഷേ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം അവർ ക്രെഡിറ്റേഴ്സ് ഒക്കെ നമ്മുടെ ക്രെഡിറ്റേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യാറില്ല, അത് രേഖപ്പെടുത്താറില്ല. ഇതൊക്കെ ഏതാണ്, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ആണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രിൻസിപ്പിൾസ് ആൻഡ് കൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ പഠിക്കാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഷോയിങ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് നോട്ട് അപ്രീസിയേഷൻ. ഏത് പ്രിൻസിപ്പിൾ, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ, പ്രൂഡൻസ്, പ്ലേയിങ് സേഫ് എന്ന് ഓർക്കുക. അടുത്ത നോക്കിക്കേ, ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ്
വിച്ച് അക്കൗണ്ടിങ് കൺസെപ്റ്റ്, അതാണ് ചോദ്യം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ രണ്ടും എന്താണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ ആയാലും കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ആണ്. ഇതെന്താണ്? അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിങ് കൺസെപ്റ്റിന്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ ഏത് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ് തുടർച്ചയായി വളരുന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലെ, ബിസിനസ്സിന് ഒരു തുടർച്ചയുണ്ട്, അത് ഗോയിങ് ആണ്. ഓക്കെ, ആ ഒരു കണ്ടിന്യൂവേഷൻ അതിനുണ്ടെന്നുള്ളതാണ് എന്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഏത് കൺസെപ്റ്റ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? ഗോയിങ് കൺസെപ്റ്റ് എഴുതും. ഇനിയുമുണ്ട്, നോക്കൂ, ബേസ്ഡ് ഓൺ മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഇത് മറ്റൊരു കൺസെപ്റ്റ് ആണ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്. Non-financial transactions are not recorded in an account. Okay, അക്കൗണ്ടിങ്ങില് നമ്മൾ ഏത് മാത്രമേ നോക്കാറുള്ളൂ? മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. മോണിറ്ററി ട്രാൻസാക്ഷൻ, അതായത് മണി ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഏത് കൺസെപ്റ്റ് അനുസരിച്ച്? മണി മെഷർമെന്റ് കൺസെപ്റ്റ് അനുസരിച്ച്. ഒന്ന് പറഞ്ഞേ, ഡിപ്രീസിയേഷൻ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ, ഒരു നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ? നമ്മൾ ശരിയാണ്, നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു എമൗണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനുവേണ്ടി മാറ്റി വെക്കുന്നു. ഒരു സ്പെസിഫിക് റിസർവ് ആയിട്ട് നമ്മൾ അതിനെ അവിടെ മാറ്റി വെക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻ ആയിട്ട് നമ്മൾ അതവിടെ മാറ്റി വെക്കുന്നു. ആ മാറ്റി വെക്കുന്ന ക്യാഷിന് അവിടെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ? ഒരു ക്യാഷ് ഫ്ലോ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ആ ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുകയാണ്? വെക്കുകയാണ്. നമ്മൾ അവിടെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല. ഡിപ്രീസിയേഷൻ ഈസ് എ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷനോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ജേർണലിൽ എവിടെ എഴുതുന്നത്? ജേർണൽ പ്രോപ്പറിൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡിപ്രീസിയേഷൻ എവിടെയാണ് ജേർണലൈസ് ചെയ്യുന്നത്? ജേർണൽ പ്രോപ്പറിലാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതിന്റെ കാരണം ഇതുകൊണ്ടാണ് നമ്മൾ ഡിപ്രീസിയേഷന്റെ മണി മെഷർമെന്റ് കൺസെപ്റ്റ് അക്കൗണ്ടൻസിയിലെ മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാറില്ല? റെക്കോർഡ് ചെയ്യാറില്ല. ഇനിയും നോക്കിക്കോളൂ, for calculating depreciation we should follow the same method every year. ഞാൻ നേരത്തെ പറഞ്ഞു ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ധാരാളം മെത്തേഡുകൾ ഉണ്ട് അല്ലെ, അതായത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്, റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് ഉണ്ട്, ആന്വിറ്റി മെത്തേഡ് ഉണ്ട്, റീവാലുവേഷൻ മെത്തേഡ് ഉണ്ട്, പല പല മെത്തേഡുകൾ ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? എവറി ഇയർ, അതായത് നമ്മൾ 10 വർഷം കൊണ്ടാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ നമ്മൾ ഫണ്ട് അല്ലെങ്കിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് കറക്റ്റ് ആക്കാൻ നമ്മൾ ഡിപ്രീസിയേഷൻ കോസ്റ്റ്, അതായത് ഡിപ്രീസിയേഷൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഈ വർഷം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അടുത്ത വർഷം നമുക്കത് ഇഷ്ടമായില്ല റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, എന്നാൽ അടുത്ത വർഷം നമുക്ക് ഇൻഷുറൻസ് മെത്തേഡ്, അങ്ങനൊന്നും പറ്റില്ല. എവറി ഇയർ ഒരേ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ, ഇതൊന്നും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കേണ്ട. കൺസിസ്റ്റൻസി പറഞ്ഞാൽ സ്ഥിരത എന്നാണ് ഇതിന്റെ മലയാളം. സ്ഥിരമായി ഒരേ മെത്തേഡ് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. എന്തിന്? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. അത്രേ പറഞ്ഞുള്ളൂ. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മളത് പറയുന്നത് എന്നാണ് പറഞ്ഞത്. നോക്കൂ, മെത്തേഡ് ഓഫ് പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ ഈസ് ഷോൺ ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആസ് പെർ ഫുൾ ഡിസ്ക്ലോഷർ. ഇനി ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തത് എന്നുള്ളത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കണം. ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് പെർ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ഇതെല്ലാം തമ്മിൽ മാറിപ്പോവാനേ പാടില്ല. അപ്പൊ നോക്കൂ, നമ്മൾ ഒരു ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതാണ്? കൺസെപ്റ്റ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. എന്നാൽ നമ്മള് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രുഡൻസ് പ്രകാരം, പ്ലേയിങ് സേഫ് പ്രിൻസിപ്പിൾ പ്രകാരം പറഞ്ഞ എന്താണ്? ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കാണിക്കണം, എന്നാൽ അപ്രീസിയേഷൻ കാണിക്കരുതെന്ന് പറഞ്ഞു. ഏതിൽ പറഞ്ഞു? കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ, പ്ലേയിങ് സേഫ് അല്ലെങ്കിൽ പ്രുഡൻസ് പ്രകാരം പറഞ്ഞു. ഇനി ഓരോ വർഷവും നമ്മുടെ ഇൻകവും നമ്മുടെ റവന്യൂ ഏൺഡ് ഇൻ ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ബി മാച്ച്ഡ് വിത്ത് റിലേറ്റഡ് എക്സ്പെൻസസ് എന്ന് പറയുന്ന മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഫോളോ ചെയ്യുന്നത്. മാച്ചിങ് പ്രിൻസിപ്പിൾ ആണെന്ന് പറഞ്ഞു. ഇനി നോക്കിക്കോളൂ, ഇനിയുമുണ്ട്. നമ്മൾ പറഞ്ഞു മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യരുത്? റെക്കോർഡ് ചെയ്യാൻ പാടില്ല അക്കൗണ്ടിൽ എന്ന് പറഞ്ഞു. നമ്മുടെ ഡിപ്രീസിയേഷൻ ഒരു നോൺ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി ഡിപ്രീസിയേഷന് എവറി ഇയർ നമ്മൾ ഒരേ മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് ഓർക്കുക. ഇനി അതുപോലെ തന്നെ ഓർക്കുക, നമ്മൾ ഏത് മെത്തേഡ് വെച്ചിട്ടാണോ മെത്തേഡ്
of providing depreciation is shown in the books of account. ആ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം എന്ന് പറയുന്നത് ഏതാണ്? ഫുൾ ഡിസ്ക്ലോഷറിലാണ്. കാരണം നമ്മുടെ മാനേജ്മെന്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരും അക്കൗണ്ടിങ്ങില് വലിയ പുലികളൊന്നും ആയിരിക്കില്ല. നമ്മൾ പറഞ്ഞാൽ ഞാൻ റിട്ടേൺ ഡൗൺ വാല്യൂ, ഞാൻ ഡിവിനിഷൻ വാല്യൂ മെത്തേഡ് ആണെന്ന് അറിയാലോ. ആർക്കറിയാലോ? പഠിച്ച നമുക്കറിയാം. പുറത്തുനിന്നുള്ള ആൾക്ക് നോക്കുമ്പോൾ അറിയോ? ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? കാണിക്കണം എന്ന് പറയുന്നു. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺസെപ്റ്റും പ്രിൻസിപ്പിളും വെച്ച് പറയുന്നത്. അത് 2 തവണയൊന്ന് കേട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബാക്കിയുള്ള കൺസെപ്റ്റ്സ് എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുത്തുന്നില്ല. നമ്മൾ കൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഒന്നിച്ച് അത് മാത്രമായിട്ട് എന്ത് ചെയ്യണം? എടുത്തു തരും. ഇത് നോക്കിക്കേ, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് യൂഷ്വലി ഹാവിങ് എ ഡെബിറ്റ് ബാലൻസ്. നമുക്കറിയാം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ് അല്ലേ? നമുക്കൊരു വലിയ ചെലവല്ലേ ഇത്? അപ്പൊ എക്സ്പെൻസ് ആണ്. എല്ലാ എക്സ്പെൻസസും എപ്പോഴും എന്ത് കാണിക്കും? ഡെബിറ്റ് ബാലൻസ് കാണിക്കും. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് യൂഷ്വലി ഹാവിങ് എ ഡെബിറ്റ് ബാലൻസ് എന്ന് ഓർത്തു വെക്കുക. ഡിപ്രീസിയേഷൻ ഇസ് എ നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ്? ഡെബിറ്റ് all the expenses and losses and credit all the incomes and gains എന്നാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായും ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്, നമ്മൾ ഡെബിറ്റ് ചെയ്യുക എന്ന് ഓർത്തു വെക്കുക. ഇനിയിപ്പോ മോഡേൺ കൺസെപ്റ്റ് പ്രകാരമാണെങ്കിലും, മോഡേൺ അക്കൗണ്ടിങ് കൺസെപ്റ്റിന്റെ റൂൾ എന്താണ്, അല്ലെങ്കിൽ മോഡേൺ റൂൾ എന്താണ്? അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റും എക്സ്പെൻസും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി, ഇൻകം, നമ്മുടെ ക്യാപിറ്റൽ, റവന്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം എന്ന് മാറിപ്പോകരുത്. അപ്പൊ സ്വാഭാവികമായും ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്, അത് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഇസ് ആൻ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. നമ്മൾ പറഞ്ഞു ജേർണൽ പ്രോപ്പറിലാണ് എഴുതുക. ഇനി ഡിപ്രീസിയേഷൻ ഒരിക്കലും ട്രയൽ ബാലൻസ് നമുക്ക് കാണാൻ കഴിയാറില്ല. സാധാരണയായിട്ട് അതെന്താണ് ചെയ്യുക? ഇറ്റ്സ് ആൻ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ്. ഡിപ്രീസിയേഷൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വരുമ്പോൾ നമുക്ക് എപ്പോഴും അറിയണം ഡബിൾ എഫക്റ്റ് ആണ് വരിക അല്ലെ. അതായത് ഒരേ സമയം എന്ത് ചെയ്യണം? നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലും എന്ത് ചെയ്യണം? കാണിക്കണം. അത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണെന്ന് ഓർത്തു വെക്കുക. ഡിപ്രീസിയേഷൻ ഇസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. ഈ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റും അപ്രോപ്രിയേഷൻ ടു പ്രോഫിറ്റും നമ്മൾ റിസർവ് ഒക്കെ പഠിക്കും. ഇനി നമ്മൾ അപ്രോപ്രിയേഷൻ ടു പഠിക്കും, പ്രൊവിഷൻ പഠിക്കുമ്പോൾ ചാർജ് അഗെയിൻസ്റ്റ് ഒക്കെ പഠിക്കും അല്ലെ. എന്താണ്? പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം, നിർബന്ധമായിട്ട് മാറ്റി വെക്കണം. അതാണ് എന്ത്? ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. അതായത് നമ്മൾ ഒരു വർഷം മുഴുവൻ നമ്മൾ നമ്മുടെ മെഷീനറി പ്രവർത്തിപ്പിച്ചു, അവസാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ആണ്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ മെഷീന്റെ തേയ്മാനം ഇല്ലാതായിട്ടുണ്ടാവുമോ? അതിന്റെ മൂല്യം കുറയാതിരിക്കുവോ? ഇല്ല. പക്ഷെ അതേസമയം നമുക്ക് വേണമെങ്കിൽ നമ്മൾ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഭാവിയിൽ വരാവുന്ന എക്സ്പെൻസസിന് വേണ്ടി നമ്മൾ കുറെ പൈസ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ? അടുത്ത വർഷം വെള്ളപ്പൊക്കം ഉണ്ടായാലോ അപ്പൊ എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ നല്ല ലാഭത്തിലാവുമ്പോൾ മാത്രം ചെയ്താൽ മതി. അപ്രോപ്രിയേഷൻ ടു പ്രോഫിറ്റ്. എന്നാലോ ഡിപ്രീസിയേഷനോ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. നോക്കിക്കേ, ഡിപ്രീസിയേഷൻ ഷുഡ് ബി ചാർജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ഏത് അക്കൗണ്ടിലോട്ടാണ് മാറ്റുന്നത്? P&L അക്കൗണ്ടിലോട്ട്. എങ്ങനെയാണ് നമുക്ക് എൻട്രി പറഞ്ഞുതരാം? നോക്കൂ, ഡിപ്രീസിയേഷൻ ഇസ് ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാനുള്ളൂ. ആ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഡെബിറ്റ് സൈഡ്? ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസും അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റും എക്സ്പെൻസും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് P&L അക്കൗണ്ടിന്റെ ഏതിൽ വന്നത്? ഡെബിറ്റ് സൈഡിൽ വന്നത്. ഡിപ്രീസിയേഷൻ ഇസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്, അല്ലെങ്കിൽ നോൺ ക്യാഷ് എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു. Depreciation is based on the book value of asset and not on its market value. അതും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഡിപ്രീസിയേഷൻ എപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണം? നമ്മുടെ ബുക്ക് വാല്യൂലാണ്, മാർക്കറ്റ് വാല്യൂലാവരുത്. അതായത് നമ്മൾ 2 വർഷം മുമ്പ് വാങ്ങിയ ഒരു മെഷീന്റെ ഡിപ്രീസിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ മെഷീൻ നമ്മൾ അന്ന് വാങ്ങുമ്പോൾ 50,000 ഉള്ളൂ. ഇന്ന് അതിന്റെ മാർക്കറ്റ് വാല്യൂ 75,000 രൂപയാണ്. നമ്മൾ ഈ 75,000 രൂപ ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അത് മാർക്കറ്റ് വാല്യൂ ആണ്. നമ്മൾ അതിന്റെ ബുക്ക് വാല്യൂവിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടൂ? കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഏത് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും നമ്മൾ ഡിപ്രീസിയേഷൻ എപ്പോഴും ഏതിൽ കാൽക്കുലേറ്റ് ചെയ്യണം? ബുക്ക് വാല്യൂവിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് നോട്ട് ഓൺ ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നോക്കൂ, എനി എമൗണ്ട് റിട്ടൺ ഓഫ്
or retained for providing depreciation, renewal, etc. are called as a provision. ഒരു പ്രൊവിഷൻ ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ എനി എമൗണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കുറച്ച് പൈസ അല്ലെങ്കിൽ എത്രയെങ്കിലും എമൗണ്ട് റിട്ടേൺ ഓഫ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? റീറ്റൈൻഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ റിന്യൂവലിന് വേണ്ടിയിട്ട്, നമുക്ക് അത് പുതുക്കാൻ, പുതിയൊരു മെഷീനറി വാങ്ങാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് മാറ്റി വെക്കാറില്ലേ, ആസ് എ പ്രൊവിഷൻ. Depreciation fund is the fund created for the replacement of fixed asset. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. Dash is the fund created for the replacement of fixed asset. അതായത് നമ്മൾ വാങ്ങിയ നമ്മുടെ മെഷീനറി ആവാം, ഫർണിച്ചർ ആവാം, അതല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് അതിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരില്ലേ? കാരണം നമ്മുടെ ബിസിനസ് ഗോയിങ് കൺസെപ്റ്റ് ആണ്. ബിസിനസ് ഇനി അടുത്തൊന്നും നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ വാങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരില്ലേ? വരുമ്പോ നമ്മൾ ഒരു ഡിപ്രീസിയേഷൻ ഫണ്ട് ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ ഈ ഡിപ്രീസിയേഷൻ എമൗണ്ടിനെ അക്യൂമുലേറ്റ് ചെയ്ത് ഒരു ഡിപ്രീസിയേഷൻ ഫണ്ട് ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. അതിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഡിപ്രീസിയേഷൻ ഫണ്ട് ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഓർക്കുക, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഡബിൾ എൻട്രി പറഞ്ഞില്ലേ, അതായത് ഡബിൾ എഫക്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ. ഡിപ്രീസിയേഷൻ നോർമൽ കേസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് ആ അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ചിട്ട് ബുക്ക് വാല്യൂ ആയിട്ട് എഴുതി വെക്കുക. എമൗണ്ട് കോളത്തിൽ എഴുതി വെക്കുന്നു അടുത്ത വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നോർമലി അതാണ് എന്ത്? ഡിപ്രീസിയേഷൻ എന്ന അഡ്ജസ്റ്റ്മെന്റിന്റെ എൻട്രി. എന്താണ് എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലുമാണ് എഴുതുക. എന്നാൽ വളരെ ഇമ്പോർട്ടന്റ്, ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ ഫണ്ട് നമ്മൾ എവിടെ കാണിക്കണം? ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഡിപ്രീസിയേഷൻ ഫണ്ട് എവിടെ കാണിക്കണം? ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. അപ്പോ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ, അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എമൗണ്ട് ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഡിപ്രീസിയേഷൻ ഫണ്ട് ക്രിയേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്പെസിഫിക് റിസർവ്. നമ്മള് ബാലൻസ് ഷീറ്റിലെ എൻട്രി ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. നോക്കൂ, ഡിപ്രീസിയേഷൻ ഫണ്ട് ക്രിയേഷൻ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സ്പെസിഫിക് റിസർവ്. നമുക്കറിയാമേ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, റിസർവ് ഇസ് ആൻ അപ്രോപ്രിയേഷൻ ടു പ്രോഫിറ്റ് ആണ്. അതായത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലാഭം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഭാവിയിൽ വരാവുന്ന നമ്മുടെ അൺനോൺ എക്സ്പെൻസസിന് വേണ്ടിയിട്ട്, നമുക്കറിയില്ല എന്തൊക്കെയാ വരികയെന്ന്, അപ്പൊ ആ അൺനോൺ എക്സ്പെൻസസിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നതാണ് എന്ത്? റിസർവ്. പ്രൊവിഷൻ ആണെങ്കിലോ അത് നോൺ എക്സ്പെൻസ് ആണ്. എന്തായാലും നമുക്ക് 10 വർഷം കഴിയുമ്പോൾ ഇത് മാറ്റേണ്ടി വരും. നമുക്കറിയാം, ഒരു മെഷീൻ വാങ്ങും പറയാം, ഇത് ഇന്നത്ര കാലം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റേണ്ടി വരും. ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി നമുക്കറിയാം, അത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ മാറ്റി പുതിയതാക്കേണ്ടി വരും അല്ലെ? അപ്പൊ നമുക്കത് നോൺ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. പക്ഷെ റിസർവ് അങ്ങനെയല്ല, അൺനോൺ ആയിട്ട്, അതായത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു തരത്തിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്കൊരു നഷ്ടം സംഭവിക്കുന്നു. കാരണം കേരളത്തിൽ ഇന്ന് വരെ കാണാത്ത പ്രളയം വന്നു, നഷ്ടമാണ് സംഭവിച്ചത്. ലോക്ക്ഡൌൺ വന്നു, നഷ്ടമാണ് സംഭവിക്കുന്നത് അല്ലെ? നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം അടച്ചിടുന്നതോടുകൂടി നമുക്ക് ഒരുപാട് വലിയ നഷ്ടം വരുന്നു. അതൊക്കെ അപ്പൊ ആ കാലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിസർവ് മാറ്റി വെക്കുന്നു. റിസർവ് മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? പ്രോഫിറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അപ്രോപ്രിയേഷൻ ടു പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് മാറ്റി വെച്ചാൽ മതി? റിസർവ് മാറ്റി വെച്ചാൽ മതി. റിസർവ് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ പഠിക്കുക, 2 തരത്തിലുണ്ട് റിസർവ്. ക്യാപിറ്റൽ റിസർവും റവന്യൂ റിസർവും. ഓക്കെ, ക്യാപിറ്റൽ റിസർവ്, റവന്യൂ റിസർവുമാണ്. ഈ റവന്യൂ റിസർവിനെ നമ്മൾ വീണ്ടും 2 ആയി തിരിക്കുന്നു, ജനറൽ റിസർവ് എന്നും സ്പെസിഫിക് റിസർവ് എന്നും. ഒന്നുമില്ല, സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? സ്പെസിഫിക് റിസർവ്. അതായത് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ള റിസർവ് ആണ്? ഏത് ഫിക്സഡ് അസറ്റിനാണോ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ ആ ഫിക്സഡ് അസറ്റിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തുണ്ടാക്കുന്നത്? നമ്മൾ ഡിപ്രീസിയേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ എന്റെ മെഷീൻ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഡിപ്രീസിയേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് മുന്നേ എന്റെ കമ്പ്യൂട്ടർ കേടുവന്ന് പോയി, ഞാൻ അതിനെ എടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ആ ഫിക്സഡ് അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. സ്പെസിഫിക് റിസർവ് ആണ്. ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മളത് ചെയ്തത് അതിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ. ജനറൽ റിസർവ് ആകുമ്പോൾ അങ്ങനെയല്ല. ജനറൽ റിസർവ് ആകുമ്പോൾ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ജനറലി നമുക്ക് ഈ നമ്മൾ പറയുന്ന കാര്യത്തിൽ സ്പെസിഫിക് റിസർവിൽ പെടാത്ത ഏതിൽ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറൽ റിസർവിന് പൈസ എടുത്തിട്ട് എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ അൺനോൺ എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്ടിഫൈ ചെയ്യാൻ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡിപ്രീസിയേഷൻ ഫണ്ട് ക്രിയേഷൻ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സ്പെസിഫിക് റിസർവ്. ഇതൊന്നും ഒരിക്കലും കാണാതെ പഠിക്കരുത്. കാരണം നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് ഡിപ്രീസിയേഷൻ ഫണ്ട് ക്രിയേഷൻ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ്
സ്പെസിഫിക് റിസർവ്, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സീക്രട്ട് റിസർവ്, റവന്യൂ റിസർവ്, ക്യാപിറ്റൽ റിസർവ് ഇങ്ങനെ തന്നിട്ടുണ്ടാവും. അവിടെ പോകുമ്പോൾ എല്ലാ റിസർവും മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഓർത്തു വെക്കുക, ഡിപ്രീസിയേഷൻ ഫണ്ട് ആ അസറ്റ് റീപ്ലേസ് ചെയ്യാനല്ലേ, അതൊരു സ്പെസിഫിക് പർപ്പസ് അല്ലേ. അപ്പൊ അതെന്താ ഉത്തരം? സ്പെസിഫിക് റിസർവ് കിട്ടി. അടുത്ത നോക്കൂ, ചാർജിങ് ഡിപ്രീസിയേഷൻ ടു ഫിക്സഡ് അസറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്പെസിഫിക് റിസർവ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അടുത്തത് നോക്കൂ, ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നതാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും നേരം ഡിപ്രീസിയേഷൻ ആണ് പറഞ്ഞത്. ഇനി ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് എന്താണ്? ഒന്നുമില്ല, പ്രോസസ് ഓഫ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് എ ഫിക്സഡ് അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഒരു ഫിക്സഡ് അസറ്റിന്റെ കോസ്റ്റ്, അതായത് അതിന്റെ വിലയെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ യൂസ്ഫുൾ ലൈഫ് കാലാവധിയിലേക്ക് എന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് എത്രയാണോ അതിന്റെ യൂസ്ഫുൾ ലൈഫ്, ആ എല്ലാ വർഷവും അല്ലെങ്കിൽ ആ യൂസ്ഫുൾ ലൈഫ് പീരീഡിൽ മൊത്തമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് തിരിച്ചു കിട്ടാവുന്ന തരത്തിൽ അലോക്കേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഇതാണ് എന്ത്? ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി ആണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. എന്നാൽ വളരെ പഠിക്കൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ ജേണൽ എൻട്രി. എന്താണ് റൂള്? അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റും എക്സ്പെൻസും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലെ. നമുക്കറിയാം ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്, സ്വാഭാവികമായും കൂടുതലല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു മെഷീനറി അക്കൗണ്ട്. മെഷീനറി ആവണമെന്നില്ല, ഫർണിച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു ഫർണിച്ചർ അക്കൗണ്ട് എന്ന് എഴുതാം. ഇനി വേറെ ഏതെങ്കിലും ഒന്ന്, നിങ്ങൾ വേറെ വെഹിക്കിൾ ആണെങ്കിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം. ഇനി എന്തുകൊണ്ടാണ് മെഷീനറി അക്കൗണ്ടും ഫർണിച്ചർ അക്കൗണ്ടും ഒക്കെ ക്രെഡിറ്റ് ആയെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പറഞ്ഞു അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ഡിപ്രീസിയേഷന്റെ സൈഡ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണ്, അതേസമയം നമ്മുടെ ആ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുകയാണ്? ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പൊ സ്വാഭാവികമായും ആ അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അല്ലെങ്കിലും നമുക്കറിയാലോ നമ്മുടെ നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ വെച്ചോ, അതല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണെങ്കിൽ ഇതാ ഡെബിറ്റ് ഓൾ ദ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. നമ്മുടെ എക്സ്പെൻസ് അല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഓർത്ത് വെക്കുക, അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റും എക്സ്പെൻസും ഡിക്രീസ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി അക്കൗണ്ട്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്. കഴിഞ്ഞു ജേണൽ എൻട്രി. നോക്കിക്കോളൂ. ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ എന്തിന് നമ്മുടെ അക്കൗണ്ടിൽ, മെഷീൻ അക്കൗണ്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നോക്കിക്കേ. നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടില് ഡെബിറ്റ് ചെയ്യും. എന്തിന്റെ പേരിൽ ഡെബിറ്റ് ചെയ്യും? ടു മെഷീനറി അല്ലെങ്കിൽ ടു ഫർണിച്ചർ. എങ്ങനെയാണോ അതെന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഇനി മെഷീനറി അക്കൗണ്ടിലെ എൻട്രി എങ്ങനെയായിരിക്കും എന്ന് നോക്കിക്കേ. മെഷീനറി അക്കൗണ്ടിലെ എൻട്രി എന്ന് പറയുന്നത് മെഷീനറി അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ടിലെ എൻട്രി എങ്ങനെയായിരിക്കും? ബൈ ഡിപ്രീസിയേഷൻ. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഡിപ്രീസിയേഷൻ. അപ്പോ നമ്മള് അക്കൗണ്ടിന്റെ എൻട്രി ആണെങ്കിൽ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലോ ടു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. അപ്പൊ ജേണൽ എൻട്രി ആണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി അക്കൗണ്ട് ആയി, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ. നമ്മൾ അക്കൗണ്ടിങ് എന്താണ്? നമ്മള് അക്കൗണ്ടിങ് നോക്കൂ. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്താണ്? ടു മെഷീനറി. മെഷീനറി അക്കൗണ്ട് എന്താണ്? ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിലേക്ക് വെച്ചു. ഇത്രയേ ഉള്ളൂ അതിന്റെ ജേണൽ എൻട്രിയും കാര്യങ്ങളും. എപ്പോഴും നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്ന എല്ലാവരും എപ്പോഴും ഓർത്തു വെക്കുക. അപ്പൊ ഡിപ്രീസിയേഷന്റെ ഡ്യൂ കാണിക്കുന്ന ജേണൽ എൻട്രി ആണിത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്. നോക്കൂ. അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു, നമ്മൾ പറഞ്ഞു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? P&L അക്കൗണ്ടിലേക്ക്. ഓക്കെ, നമ്മൾ P&L അക്കൗണ്ടിന്റെ എവിടേക്ക് പറഞ്ഞു? ഡെബിറ്റ് സൈഡിലോട്ട് എന്ന് പറഞ്ഞു. P&L അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഡെബിറ്റ് സൈഡിലോട്ടാണെന്ന് പറഞ്ഞിരുന്നു. നോക്കിക്കേ, P&L അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു
ഡിപ്രീസിയേഷൻ എന്നാണ് അതിന്റെ ജേർണൽ എൻട്രി വരുന്നത്. അപ്പൊ അതിന്റെ എൻട്രി നമ്മൾ എഴുതി കഴിഞ്ഞു. നോക്കിക്കേ, അറ്റ് ദ എൻഡ് ഓഫ്, അതായത് ആദ്യം നമ്മൾ ആ ഡിപ്രീസിയേഷന്റെ ഡ്യൂ വരുന്ന സമയത്തുള്ള എൻട്രി ആണ് ഇത് പറഞ്ഞത്. ഇനി ഫൈനൽ അക്കൗണ്ടിങ്ങിന്റെ സമയത്ത് അക്കൗണ്ടിങ് പീരീഡിൽ അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? അവിടെ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും, ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, അങ്ങനെ ഓരോന്നും എന്തുണ്ടാവും തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റീസ് ആയിരുന്നോ അസറ്റ്സ് ആയിരുന്നോ ഒക്കെ തന്നപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക, നമ്മുടെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിപ്രീസിയേഷൻ. ഇനി നമ്മൾ പറഞ്ഞു ട്രീറ്റ്മെന്റ് ഓഫ് ഡിപ്രീസിയേഷൻ. നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഡിപ്രീസിയേഷൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ്, ഡബിൾ എഫക്റ്റ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർക്കുക. ഡിപ്രീസിയേഷൻ ഈസ് ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്. നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക എന്ന് പറഞ്ഞു. എക്സ്പെൻസസ് ആണല്ലോ അല്ലെ, അപ്പൊ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ഈസ് ഷോൺ ഓൺ ദ asset side of the balance sheet. Okay, balance sheet the asset side കാണിക്കും. എങ്ങനെ കാണിക്കും? By way of deduction from the concerned asset. എങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്? വെറുതെ അവിടെ കൊണ്ട് എഴുതി വെക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഏത് അസറ്റിന്റെ ആണോ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ചിട്ട് പുതിയ ബുക്ക് വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും, ആ വാല്യൂ കാണിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ബൈ വേ ഓഫ് ഡിഡക്ഷൻ ഫ്രം ദ കൺസേൺഡ് അസറ്റ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റമാണ്, ഇഫ് ഡിപ്രീസിയേഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ്, നമ്മൾ ഡിപ്രീസിയേഷൻ ഫണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ then it is shown on the liability side of the balance sheet. നമ്മൾ പറഞ്ഞു ഡിപ്രീസിയേഷൻ ആണെങ്കിൽ അത് അസറ്റ് സൈഡിൽ കാണിക്കണം, അസറ്റിന്റെ വാല്യൂ ഒന്ന് കുറച്ച് എഴുതണം പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്, ഡിപ്രീസിയേഷൻ ഫണ്ട് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അപ്പൊ അസറ്റ് സൈഡിൽ എന്ത് മാറ്റം വരും? ആൻഡ് ദ അസറ്റ് വാല്യൂ അറ്റ് ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഉണ്ടാകും, അവിടെ ചേഞ്ച് വരാൻ പാടില്ല. ഓക്കെ, ദ അസറ്റ് വാല്യൂ അറ്റ് ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, അവിടെ അസറ്റ് വാല്യൂവിൽ ഒരു ചേഞ്ചും വരില്ല. ആ അക്കൗണ്ടിങ് പീരീഡ്, അതായത് നമ്മൾ എത്ര നമ്മുടെ ഡിപ്രീസിയേഷൻ യൂസ്ഫുൾ ലൈഫ് കഴിയുന്നത് വരെയും ഡിപ്രീസിയേഷൻ ഫണ്ട് ലയബിലിറ്റി സൈഡിലും കിടക്കും, അസറ്റ് വാല്യൂ എവിടെയും കിടക്കും, ആ അസറ്റ് വാല്യൂ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കിടക്കും. ഓക്കെ, അതാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് വരുന്നത്. മാറിപ്പോവാനേ പാടില്ല. ഡിപ്രീസിയേഷന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും ഡിപ്രീസിയേഷൻ കാണിക്കുക. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കും. അസറ്റ് സൈഡിൽ കാണിക്കുമ്പോൾ എങ്ങനെയാണ്, ഏതാണോ സ്പെസിഫിക് അസറ്റ് അല്ലെങ്കിൽ ഏത് അസറ്റിന്റെ ആണോ ഡിപ്രീസിയേഷൻ, ആ അസറ്റിന്റെ എമൗണ്ടിൽ നിന്ന് ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ച് കാണിക്കണം. എന്നാൽ ഡിപ്രീസിയേഷൻ ഫണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിപ്രീസിയേഷൻ ഫണ്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അപ്പൊ അസറ്റ് സൈഡിലോ അസറ്റ് വാല്യൂ അതുപോലെ തന്നെ എഴുതി വെക്കും. ആ യൂസ്ഫുൾ ടൈം കഴിയുന്നത് മുതൽ എൻറ്റയർ പീരീഡിൽ അതുപോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, എഴുതി വെക്കുക കേട്ടോ. In depreciation fund method, the asset account appears as its original cost throughout its life. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആ ഒരു അസറ്റിന്റെ എന്ത് ചെയ്യുന്നു, ഒറിജിനൽ കോസ്റ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ്, കാലാവധി കഴിയുന്നത് വരെയും അതേ വിലയിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. നോക്കൂ, ഒരു ബാലൻസ് ഷീറ്റിലെ ജസ്റ്റ് ഒരു എൻട്രി നമ്മൾ എങ്ങനെയാ വരിക, നമ്മൾ പറഞ്ഞു P&L അക്കൗണ്ടിൽ എവിടെയാണ് വരുന്നത്, ഡെബിറ്റ് സൈഡിലാണ് വരുന്നത് എന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ പറയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് P&L അക്കൗണ്ട് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അവിടെ ഡെബിറ്റ് സൈഡിലാണ് ഏത് വരിക, ടു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും അല്ലെ. ടു ഡിപ്രീസിയേഷൻ കൊണ്ട് ഇവിടെ എൻട്രി വരുന്നു ഡെബിറ്റ് സൈഡിൽ, ഓർത്ത് വെക്കണേ, മാറിപ്പോകരുത്. ഇനി നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കണം, അസറ്റ് ഉണ്ടാവില്ലേ, മെഷീനറി ഒരു 30,000, എന്നിട്ടോ ഡിപ്രീസിയേഷൻ ബൈ ഡിപ്രീസിയേഷൻ അവിടെ നമ്മൾ 10% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ 3,000 കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്കിവിടെ എന്ത് കിട്ടും, 27,000 കിട്ടും. ഈ 27,000 ആണ് നമ്മൾ എവിടെ എഴുതുന്നത്, എമൗണ്ട് കോളത്തിലോട്ട് എഴുതി വെക്കുക. ഓക്കെ, ഈ എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ എമൗണ്ട് കോളത്തിൽ വെക്കുന്നത്. ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യുക, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന, ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഏത് അക്കൗണ്ട് ആണ്, നമ്മൾ മെഷീനറി അക്കൗണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, മെഷീനറി 30,000 ആണ്, ആ ഡിപ്രീസിയേഷൻ കുറച്ച് എമൗണ്ട്. അടുത്ത വർഷം നമ്മൾ 27,000 കാണുമ്പോൾ വീണ്ടും അടുത്ത വർഷം 24,000 ആയിരിക്കും അവിടെ എമൗണ്ട് ആയിട്ട് വരിക. ഇവിടെയാണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. എന്നാൽ നമ്മൾ ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് ആണെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് എവിടെ രേഖപ്പെടുത്തും? നമ്മൾ ലയബിലിറ്റി സൈഡിൽ എഴുതുകയും ആ എമൗണ്ട് ഇപ്പൊ 3000 ആണെങ്കിൽ 3000 ഇവിടെ എമൗണ്ട് കോളത്തിൽ വരുന്നു. അതേസമയം അസറ്റിന്റെ കാര്യത്തിലോ മെഷീനറി 30,000 തന്നെ അതേ എമൗണ്ട് എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. അടുത്ത വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ ഫണ്ടിൽ വീണ്ടും 3000 ആഡ് ചെയ്യുന്നു. അപ്പോഴും അവിടെ മെഷീനറിയുടെ ഒറിജിനൽ കോസ്റ്റ് തന്നെയായിരിക്കും അതിന്റെ എൻറ്റയർ പീരീഡും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ ഫണ്ടാണ് വരുന്നതെങ്കിൽ എപ്പോഴും ഓർത്ത് വെക്കണം, ഡിപ്രീസിയേഷൻ ഫണ്ട് ലയബിലിറ്റി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും എന്ത് ചെയ്യുന്നത്? കാണിക്കേണ്ടത്. ഡിപ്രീസിയേഷൻ ഫണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അസറ്റിന്റെ വാല്യൂ ഒറിജിനൽ കോസ്റ്റ് തന്നെയായിരിക്കും ദ എൻറ്റയർ പീരീഡ് എന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ ഡിപ്രീസിയേഷനെ കുറിച്ചാണ് ഇത്രയും നേരം സംസാരിച്ചത്. ഇനി ഇതെല്ലാം ഏതിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞു? ഫിക്സഡ് അസറ്റിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് ഇനിയും ധാരാളം അസറ്റുകൾ കിടക്കല്ലേ. നമ്മള് ഫിക്സഡ് അസറ്റിൽ തന്നെ നമ്മൾ പറഞ്ഞു ലാൻഡ് മാത്രം നമ്മൾ ഏതിൽ കാൽക്കുലേറ്റ് ചെയ്യരുത്? ഡിപ്രീസിയേഷനെ കാൽക്കുലേറ്റ് ചെയ്ത് ലാൻഡിന്റെ കേസിൽ അപ്രീസിയേഷൻ ആണ് പറഞ്ഞു. നേരത്തെ തന്നെ പറഞ്ഞു കറന്റ് അസറ്റിന്റെ കാര്യത്തിൽ ഫ്ലക്ച്വേഷൻ ആണ് സംഭവിക്കുന്നത്. ഇനിയും നമുക്ക് അസറ്റുകളുണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റുകളില്ലേ, അതേപോലെ തന്നെ വാസ്റ്റിംഗ് അസറ്റ്സുകളില്ലേ, ഫിക്ടീഷ്യസ് അസറ്റുകളില്ലേ, പഠിക്കാം. നോക്കൂ, ഡാമേജ് ടു ദ പ്രോപ്പർട്ടീസ് ഡ്യൂറിങ് എ ടെനൻസി പീരീഡ് ഈസ് നോൺ ആസ് ഡിലാപ്പിഡേഷൻ. ഡിലാപ്പിഡേഷൻ എന്ന ടേം ഓർത്തു വെക്കുക. എന്താണ് ഡിലാപ്പിഡേഷൻ? ടെനൻസി പീരീഡിൽ നമ്മള് വാടകയ്ക്ക് കൊടുത്ത പാട്ടത്തിന് കൊടുത്തൊരു കാലാവധി ഉണ്ടാവുമല്ലോ. ആ കാലാവധി കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ പ്രോപ്പർട്ടീസിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവും. അതിനെയാണ് പറയുന്നത് ഡിലാപ്പിഡേഷൻ. അതായത് നമ്മളിപ്പോ നമുക്ക് ഒരാളൊരു ബിൽഡിംഗ് അങ്ങനെ ഒരു വീട് നമുക്ക് വാടകയ്ക്ക് തരികയാണ്, ഒരു ക്വാർട്ടേഴ്സ് വാടകയ്ക്ക് തരികയാണ്. നമ്മളപ്പോ ഇങ്ങനെ പറയൂലേ, എന്ത് മനുഷ്യനാണ് 2 റൂമുള്ള ക്വാർട്ടേഴ്സിനാണ് 6000 റുപ്പീസ് വെച്ച് എല്ലാ മാസവും വാങ്ങുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് 2 മക്കളെയും കൊണ്ട് ഒരു 6-7 മാസം ആ ക്വാർട്ടേഴ്സിൽ ജീവിച്ചു എന്ന് വെച്ചു. ഒരു കുഞ്ഞു പ്രായം, ഒരു ക്രയോൺസ് ഒക്കെ എടുത്ത് വരയ്ക്കുന്ന ഒരു പ്രായം, ഒരു 4 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് പ്രായത്തിലുള്ള മക്കളാണ്. നമ്മൾ 10 മാസമോ 1 കൊല്ലമോ താമസിച്ച് നമ്മൾ ആ ക്വാർട്ടേഴ്സ് ഒഴിയുമ്പോൾ ആ ഹൗസ് ഓണർക്ക് വലിയൊരു ബാധ്യത വരുന്നില്ലേ? കാരണം അവിടെ മൊത്തമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? പെയിന്റ് ചെയ്യേണ്ടി വരും. കാരണം അങ്ങനെ വരച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ അത്യാവശ്യം ടാപ്പ് പൊട്ടിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറെ പൊട്ടിയിട്ടുണ്ടാവും, സ്വാഭാവികം അല്ലെ? അത്രയുള്ളൂ, അത് പൊട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിൽ വരുന്ന ടെനൻസി പീരീഡിൽ വരുന്ന ഡാമേജുകളെയാണ് എന്ത് വിളിക്കുന്നത്? അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഡാമേജ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിലാപ്പിഡേഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും വാടകയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അടുത്ത നോക്കിക്കേ, അമോർട്ടൈസേഷൻ. നമ്മൾ നേരത്തെ ഞാൻ ഒന്ന് പറഞ്ഞു പോയി, പലവട്ടം CSEB എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിങ്ങനെ എന്താ പറയുക, തിരിച്ചും മറിച്ചും വരില്ല, അങ്ങനെ ചോദിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ഒബ്സലസൻസും ഡിപ്രീസിയേഷന്റെ ഡെഫിനിഷനും അമോർട്ടൈസേഷനും ഒക്കെ നോക്കാം. Amortization is used to show loss in the value of intangible assets such as goodwill, patents, copyright, trademark, franchises, leasehold properties, etc. ഒന്നുമില്ല, ഇതെല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അതായത് നമുക്ക് കാണാനോ കണ്ട് മനസ്സിലാക്കാനോ ഒന്നും കഴിയില്ല. അപ്പൊ പിന്നെ ഇതിന്റെ വാല്യൂ കുറയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ? നമ്മളൊരു കുട വാങ്ങിച്ചു, അതിങ്ങനെ നമുക്ക് അതിന്റെ തേയ്മാനം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിങ്ങനെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാണ്ടാവും. അല്ലെങ്കിൽ കുറെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ കുടയുടെ മെറ്റീരിയലിലൊക്കെ ഇങ്ങനെ ചെറിയ ഹോൾ വന്ന് നമുക്ക് മഴയൊക്കെ ഉള്ളിൽ തരാൻ നമുക്കില്ലേ? അതുപോലെയാണ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്. അല്ല, നമുക്ക് കാണാൻ പറ്റില്ല, അതിന് എന്താണ് വാല്യൂ കുറയുന്നതെന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അമോർട്ടൈസേഷൻ എന്തിനു ഉപയോഗിക്കുന്ന ടേമാണ്? യൂസ്ഡ് ടു ഷോ ലോസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഏതൊക്കെ തരത്തിലുള്ളത്? ഗുഡ്വിൽ ആവാം, പേറ്റന്റ് ആവാം, കോപ്പിറൈറ്റ് ആവാം, ട്രേഡ് മാർക്ക് ആവാം, ഫ്രാഞ്ചൈസീസ് ആവാം, ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് എക്സെട്ര. അമോർട്ടൈസേഷൻ നോക്കൂ, അസറ്റ്സ് ലൈക്ക് ഗുഡ്വിൽ ആൻഡ് എക്സ്പെൻസസ് സച്ച് ആസ് പ്രിലിമിനറി എക്സ്പെൻസസ്. ഒരു ഫിക്ടീഷ്യസ് അസറ്റ് ആണെന്ത്? പ്രിലിമിനറി എക്സ്പെൻസ് അല്ലെ? നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് മുന്നേ കൊടുക്കുന്ന കുറേ ചെലവുകൾ ഉണ്ടാവും. അതൊന്നും നമുക്ക് ബിസിനസ്സിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാനുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ പരസ്യമായിട്ട് കൊടുത്തതായിരിക്കും. അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആർ റൈറ്റ് ഓഫ് ഇൻ ദ മാനർ ഓഫ് അമോർട്ടൈസേഷൻ. അപ്പൊ ഇവയെല്ലാം നമ്മൾ ഏത് കണക്കിലാണ് എഴുതി തള്ളുക? അമോർട്ടൈസേഷൻ. ഓർത്ത് വെച്ചോളൂ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അസറ്റ്സ് ലൈക്ക് ഗുഡ്വിൽ ആൻഡ് എക്സ്പെൻസസ് സച്ച് ആസ് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആർ റൈറ്റ് ഓഫ്. ഏത് രീതിയിൽ റൈറ്റ് ഓഫ് ചെയ്യും? അമോർട്ടൈസേഷൻ. നോക്കൂ, അമോർട്ടൈസേഷൻ ഈസ് നോർമലി റെക്കോർഡഡ് ആസ് എ ക്രെഡിറ്റ് ടു ദ അസറ്റ് അക്കൗണ്ട് ഡയറക്ട്ലി. ഓക്കെ, അസറ്റ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കൂ അടുത്തത്, അമോർട്ടൈസേഷൻ മീൻസ് charging a period with the proportionate cost to
കോസ്റ്റ് ഓഫ് ആൻ ഇൻടാഞ്ചിബിൾ അസെറ്റ്. അമോർട്ടൈസേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചാർജിങ് എ പീരീഡ് വിത്ത് ദ പ്രൊപ്പോർഷനേറ്റ് കോസ്റ്റ് ഓഫ് ആൻ ഇൻടാഞ്ചിബിൾ അസെറ്റ്. ഒരു ഇൻടാഞ്ചിബിൾ അസെറ്റിന്റെ പ്രൊപ്പോർഷനേറ്റ് കോസ്റ്റിനെ എന്ത് ചെയ്യുന്നു? ഒരു പീരീഡിലേക്ക് എന്ത് ചെയ്യുന്നു? ചാർജ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഗുഡ് വില്ലിന്റെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പേറ്റന്റിന്റെ എമൗണ്ട് നമ്മൾ തിരിച്ചു പിടിക്കാനാണ് ഒറ്റ വർഷം കൊണ്ടല്ല, നമ്മൾ 5 വർഷം കൊണ്ട് എന്നൊരു കാലാവധി വെച്ച് 5, 6, 7 നമുക്ക് അത് തീരുമാനിക്കാം. ആ കാലാവധി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചാർജ് ചെയ്യുന്നു, ഒരു പീരീഡിലേക്ക് ചാർജ് ചെയ്യുന്നു, ഒരു പ്രൊപ്പോർഷനേറ്റ് കോസ്റ്റ്. അതാണ് ഇത് അമോർട്ടൈസേഷൻ. അടുത്ത നോക്കൂ, ഫിസിക്കൽ വിയർ ആൻഡ് ടിയർ. Obsolescence, legal limit on use of asset causes depreciation. നോക്കൂ, ഫിസിക്കൽ വിയർ ആൻഡ് ടിയർ. വിയർ ആൻഡ് ടിയർ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കണ്ടിന്യൂസ് യൂസേജിനാണ് എന്ത് പറയുക? വിയർ ആൻഡ് ടിയർ. നമ്മുടെ വീട്ടിലൊക്കെ വന്ന എല്ലാ ഉപകരണങ്ങളും നമ്മൾ മാറ്റേണ്ടി വരുന്നത് മിക്കവാറും എന്തുകൊണ്ടായിരിക്കും? വിയർ ആൻഡ് ടിയർ കൊണ്ടായിരിക്കും അല്ലെ? കാരണം അല്ലാതെ ഇപ്പോൾ ഒബ്സലസൻസ്, നമ്മൾ പുതിയ മിക്സി, പ്രീതിയുടെ മിക്സിയുടെ പരസ്യം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പോയിട്ട് മാറാറുണ്ടോ? പ്രീതി ബ്ലൂ ലീഫ് കണ്ടു, ഓ എനിക്ക് ബ്ലൂ ലീഫ് വേണം, പിറ്റേന്ന് ബ്ലാക്ക് ലീഫ് വരും, നമ്മൾ ബ്ലാക്ക് ലീഫ് പോയി വാങ്ങാറുണ്ടോ? ഇല്ല. നമ്മൾ മിക്കവാറും അത് ഉപയോഗിച്ച് അവസാനം അത് പണി മുടക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇനി ഒന്ന് മാറ്റിയേക്കാം എന്ന് പറയില്ലേ, റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഫിസിക്കൽ വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കണ്ടിന്യൂസ് യൂസേജ് ആണ്. ഒബ്സലസൻസ്, നമ്മൾ മൊബൈൽ മാറ്റാൻ പോകുന്ന മിക്കവാറും ഒബ്സലസൻസ് കാരണമായിരിക്കും. കാരണം അയ്യോ എൻ്റെ ഫോണിൽ 4G ആണ്, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ ക്യാമറയ്ക്ക് ഇത്ര മെഗാ പിക്സൽ ഇല്ല ക്യാമറ, അല്ലെങ്കിൽ അവൻ്റെ ഫോണിൽ 5 ബാക്ക് ക്യാമറയും 4 ഫ്രണ്ട് ക്യാമറയും ഉണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ സെൽഫി എക്സ്പേർട്ടുകൾ സംസാരിക്കുക. കാരണം ഫോണിന്റെ ആക്ച്വൽ യൂസ് എന്താ? നമുക്ക് വിളിക്കാനൊരു ഫോൺ വേണം, അത്യാവശ്യം കാര്യങ്ങൾ നടക്കണം. പക്ഷെ അങ്ങനെയല്ല, പുതിയ ടെക്നോളജി വെച്ച് മാറ്റുന്ന 6 മാസം കൂടുമ്പോൾ ഫോൺ മാറ്റുന്ന ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണും. ഒബ്സലസൻസ്, ടെക്നോളജി ചേഞ്ച് മൂലം, ഇന്നോവേഷൻ മൂലം ഒരു അസറ്റിന്റെ വാല്യൂ കുറയുന്നു. ലീഗൽ ലിമിറ്റ് ഓൺ ദ യൂസ് ഓഫ് അസറ്റ്. ഓക്കെ, അതായത് ലീഗൽ ലിമിറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ചില റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇന്ന പ്രോഡക്റ്റ് വാങ്ങിയാൽ ഇത്ര വർഷമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മളത് റീപ്ലേസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 15 വർഷത്തിൽ കൂടുതൽ നമ്മൾ ടാക്സി ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പബ്ലിക് വെഹിക്കിൾ ആയി രജിസ്റ്റർ ചെയ്യുന്നവ 15 വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ റൂള് വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നന്നായി സർവീസ് ചെയ്യുന്ന നല്ല ഭംഗിയായി കൊണ്ട് നടക്കുന്ന ഒരു ഡ്രൈവറും അതിന്റെ ഓണറും ആണെങ്കിൽ ആ വെഹിക്കിൾ 15 വർഷത്തിൽ കൂടുതൽ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ 30-40 വർഷം വരെ വേണമെങ്കിൽ ഓടുമായിരിക്കാം. അത്രക്കൊന്നും ഇല്ലെങ്കിലും ഒരു 20-25 കൊല്ലം ഓടൂലേ? പക്ഷെ അവിടെ ലീഗൽ ലിമിറ്റേഷൻ വന്നു, 15 വർഷമേ പാടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ലീഗൽ ലിമിറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഡിപ്രീസിയേഷന് കാരണമാകും. വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് യൂസേജ് ആണ്. ഒബ്സലസൻസ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ ചേഞ്ച് മൂലമാണ്. ലീഗൽ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ലീഗൽ ലിമിറ്റ് വന്നതുകൊണ്ടാണ്. വിയർ ആൻഡ് ടിയർ മീൻസ് ഡിറ്റീരിയേഷൻ ആൻഡ് ദ കൺസിക്വന്റ് ഡിമിനിഷൻ in an asset value arising from its use in a business operations for earning revenue. വെറുതെ ഉപയോഗിച്ചത് കൊണ്ടല്ല വിയർ ആൻഡ് ടിയർ സംഭവിച്ചത്. എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ്? നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസിൽ നമ്മുടെ നമ്മൾ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വിയർ ആൻഡ് ടിയർ എന്ത് ചെയ്യുന്നത്? വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നത്. അപ്പൊ വിയർ ആൻഡ് ടിയർ ഇത്രയുള്ളൂ, ഡിറ്റീരിയേഷൻ ആൻഡ് കൺസിക്വന്റ് ഡിമിനിഷൻ, അതായത് ഒന്നിന്റെ മൂല്യവും കുറയുന്നു, അതിന്റെ അതിന്റെ പ്രോഡക്റ്റും എന്താണ് തേയ്മാനവും സംഭവിക്കുന്നു, ഡിറ്റീരിയേഷൻ സംഭവിക്കുന്നു. എന്തുകൊണ്ട്? അതിന്റെ കണ്ടിന്യൂസ് യൂസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഏർണിംഗ് റവന്യൂ. വിയർ ആൻഡ് ടിയർ. അടുത്തത് നോക്കിക്കേ, the decrease in the value of fixed asset by constant use less the probable scrap value represents depreciation due to wear and tear. അതായത് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെ? ബൈ കോൺസ്റ്റന്റ് യൂസ്. ഓക്കെ, ലെസ് ദ പ്രോബബിൾ സ്ക്രാപ്പ് വാല്യൂ. നമ്മൾ അതിൽ നിന്ന് നമുക്ക് പിന്നെ സ്ക്രാപ്പ് ആയിട്ട് അത് കൊടുക്കുമ്പോൾ എത്ര കിട്ടുന്നുള്ളതും കൂടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിപ്രീസിയേഷൻ ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ കിട്ടും. അതായത് നമ്മൾ വാങ്ങുമ്പോൾ 10,000 രൂപയായിരുന്നു, നമുക്ക് 1000 രൂപ സ്ക്രാപ്പ് ആയിട്ട് വിൽക്കുമ്പോൾ കിട്ടും. അപ്പോൾ ബാക്കി വരുന്ന 10,000 മൈനസ് 1000 ബാക്കി 9,000 രൂപയാണിത് ഡിപ്രീസിയേഷൻ ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. നമ്മുടെ കോൺസ്റ്റന്റ് യൂസ് കൊണ്ട് നമുക്ക് വന്ന ഡിപ്രീസിയേഷൻ ആണ് 9,000 രൂപ. അടുത്തത് നോക്കൂ, after a machine is put to constant use, it may not fetch the same value as time goes on means wear and tear. അത്രേ ഉള്ളൂ. എന്താണ്? ആഫ്റ്റർ എ മെഷീൻ ഈസ് പുട്ട് ടു കോൺസ്റ്റന്റ് യൂസ്, ഒരു മെഷീൻ സ്ഥിരമായി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മെ നോട്ട് ഫെച്ച് ദ സെയിം വാല്യൂ, അത് പിന്നീട് എന്ത് ചെയ്യില്ല? ആ പഴയ വില എന്ത് ചെയ്യില്ല? അത് തിരിച്ചു പിടിക്കില്ല. ആസ് ടൈം ഗോസ് ഓൺ, സമയം കഴിയുമ്പോൾ അതിന് പിന്നീട് ആ പഴയ വില കിട്ടില്ല. വിയർ ആൻഡ് ടിയർ ഇതൊക്കെ എന്തിനാ പിന്നെയും? അപ്പൊ നിങ്ങൾ പറയും വിയർ ആൻഡ് ടിയർ ഞങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലായി, പിന്നെയും ടീച്ചർ എന്തിനാ ഈ ഡെഫിനിഷൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം CSEB ഇതേപോലെ ചോദിച്ചതാണ്. ഇവിടെ ഒരു ഡാഷ് ഇട്ടിട്ടാണ് തരിക.
ഇവിടെ ഒരു ഡാഷ് ഇട്ടിട്ടാണ് തരിക. എങ്ങനെ തരിക? ആഫ്റ്റർ എ മെഷീൻ ഈസ് പുട്ട് ടു കോൺസ്റ്റന്റ് യൂസ് ഇറ്റ് മേ നോട്ട് ഫെച്ച് ദ സെയിം വാല്യൂ ആസ് ടൈം ഗോസ് ഓൺ ഡാഷ് മീൻസ് ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് തരിക. വിയർ ആൻഡ് ടിയർ. നോക്കൂ, ഒബ്സലസൻസ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എക്സാമ്പിളും തരാം. ഇനി എക്സാമ്പിൾ മനസ്സിലാവാത്ത പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഒബ്സലസൻസ് എന്ന്. കാലഹരണപ്പെടുക. നമ്മളെ ചുരിദാർ എടുക്കാൻ പോകുന്നു, നമ്മളോട് അനാർക്കലി ചുരിദാർ ഇങ്ങനെ കൊണ്ടുത്തരുമ്പോഴേക്കും അയ്യോ ഇത് വേണ്ട, ദൃശ്യം മോഡൽ ഉണ്ടോ എന്നായിരിക്കും ചോദിക്കുക. ദൃശ്യം മോഡൽ നമ്മൾ സാരി ആയിരിക്കും മേ ബി പ്രിഫർ ചെയ്യുക. അത് ഏതാണോ ഒരു പുതിയ ഫാഷൻ വരുന്നു നമ്മൾ അതിലോട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, അവര് ബൾക്കായി വാങ്ങിച്ചു വെച്ചിട്ടുള്ള എത്രയോ അവരുടെ അസറ്റ് എന്താവുന്നു, ഡിപ്രീസിയേഷൻ സംഭവിക്കുകയാണ്. അല്ലെ ഇപ്പോൾ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ നമ്മുടെ ഒരു വിഷു സീസൺ പോയി, ഒരു ഓണം സീസൺ പോയി. ഇതിനെയൊക്കെ കരുതി മുൻകൂട്ടി എത്രയോ ടെക്സ്റ്റൈൽസിൽ എത്രയോ വിവിധ തരം പ്രോഡക്ട്സ് പുതിയ 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 കളക്ഷൻസ് വന്നിട്ടുണ്ടാവും. അതെല്ലാം ഡിപ്രീസിയേഷൻ സംഭവിക്കില്ലേ, ഒബ്സലേറ്റ് ആവുകയല്ലേ, അവയെല്ലാം കാലഹരണപ്പെടുകയാണ്. അതാണ് ഒബ്സലസൻസ്. അപ്പൊ അവർ അടുത്ത കർക്കിടകമാകുമ്പോൾ ആടി കിഴിവെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറെ ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ട് നമ്മളെ ഔട്ട് ഓഫ് ഫാഷനായ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങാൻ പറയാറില്ലേ. നമ്മൾ പറയില്ലേ അയ്യോ ചേട്ടാ എന്തായാലും പോണം, അവിടെ ആടി കിഴിവുണ്ട്, അവിടെ അത്ര 50% ഓഫർ ഉണ്ട്, പിന്നെ കല്യാൺ സിൽക്സുകാർ നഷ്ടം സഹിച്ചിട്ട് നമുക്ക് തരികയല്ലേ. അങ്ങനെയല്ല, അവിടെ ഒബ്സൊലേറ്റ് ആയിട്ട് അവരുടെ കുറെ ഫിക്സഡ് അസറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അത് അവർ നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. Obsolescence implies to an existing asset becoming out of date on account of the availability of better type of asset. അതെ, പുതിയൊരു ബെറ്റർ ടൈപ്പ്, ഒരു നല്ല ന്യൂ ടൈപ്പ് എന്ത് ചെയ്യുന്നു, അസറ്റ് വരുന്നു. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് അസറ്റ് എന്താവുന്നു, ബിക്കമിങ് ഔട്ട് ഓഫ് ഡേറ്റ് ആവുന്നു. ഔട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, കാലഹരണപ്പെടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഒബ്സലസൻസ്. Obsolescence means decline in the value due to innovation and invention. പുതിയ കണ്ടുപിടുത്തം, ഇന്നോവേഷൻ മൂലമോ ഇൻവെൻഷൻ മൂലമോ ഒരു അസറ്റിന്റെ വാല്യൂ ഡിക്ലൈൻ ചെയ്യുകയാണെങ്കിൽ ഒബ്സലസൻസ് എന്ന് പറയാം. കാരണം ഇപ്പൊ 4G ഫോണുകളാണ് മാർക്കറ്റിലുള്ളത്. പുതിയ ഇന്നോവേഷൻ വരികയാണ്, 5G ഫോണുകൾ വരുമ്പോൾ സ്വാഭാവികമായും 4G ഫോണിന്റെ വില എന്ത് ചെയ്യുന്നു, കുറയുന്നു, ഒബ്സലേറ്റ് ആവുന്നത് ഒബ്സലസൻസ്. നോക്കൂ, obsolescence refers to a state of an existing asset becoming out of date on account of improvement in the technology or changes in the demand pattern. നമ്മുടെ ബിസിനസ്സിൽ ഇപ്പൊ നമ്മൾ പറയും, നിങ്ങൾ പറയും മിസ് തുണി വാങ്ങണ്ടല്ലോ ബിസിനസ്സിൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങണ്ടല്ലോ എന്നൊക്കെ പറയും. വേണ്ട, നമ്മളൊരു മെഷീൻ വാങ്ങുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് എല്ലാവരും സ്വയം സംരംഭകരൊക്കെ ആവുകയാണ്. മാത്രമല്ല ലോക്ക്ഡൗൺ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഒന്നുകിൽ നമുക്കൊരു സർക്കാർ ജോലി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ സ്വന്തമായി ചെയ്താലേ നമുക്ക് എന്തുള്ളൂ, ഏർണിങ്സ് ഉള്ളൂ എന്ന് മനസ്സിലായി അല്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ പപ്പടം ഉണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മളൊരു ചെറിയ സെറ്റപ്പിൽ ഒരു ചെറിയ മെഷീൻ വാങ്ങുന്നു. ദിവസം ഒരു 300 മുതൽ 500 വരെ പപ്പടം നമുക്ക് മാക്സിമം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആ മെഷീൻ വെച്ചിട്ട്. നമ്മൾ നല്ല കൈപുണ്യമൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട്, പിന്നെ മാത്രമല്ല നമ്മൾ കെമിസ്ട്രി ഒക്കെ പഠിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഉഴുന്നുമാവും എന്തൊക്കെയോ മിക്സ് ചെയ്യാനുള്ളതെല്ലാം കൃത്യം പ്രപ്പോർഷനിൽ മിക്സ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പപ്പടത്തിന് ഭയങ്കര ഡിമാൻഡാണ്. പക്ഷെ നമ്മുടെ മെഷീൻ എത്രയായാലും മെഷീന്റെ പരിധി കൂടുതൽ മെഷീൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് നമ്മൾ വീണ്ടും അന്വേഷണങ്ങൾ നടത്തുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി വേണമെങ്കിൽ ദിവസം 3000 മുതൽ 5000 വരെ ഉൽപ്പാദിപ്പിക്കുന്ന പപ്പടം ഉണ്ടാക്കുന്ന മെഷീൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയ ഫിക്സഡ് അസറ്റ് നമ്മൾ 10 വർഷം കൊണ്ട് കാലാവധി കിട്ടും, നിങ്ങൾക്ക് 10 വർഷം ധൈര്യമായിട്ട് നിങ്ങൾ പപ്പടം ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞ് നമ്മൾക്ക് തന്ന വെറും 300 മുതൽ 500 വരെ മാത്രം പപ്പടം ഉണ്ടാക്കാൻ പറ്റുന്ന മെഷീൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നിഷ്കരണം 1 വർഷം കഴിയുമ്പോഴേക്കും ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ടെക്നോളജി 3000 മുതൽ 5000 വരെ, അല്ലെങ്കിൽ എന്താണ് വേഗം സ്വന്തമായി അത് പാക്ക് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറെ ടെക്നോളജികളുള്ള പുതിയ മെഷീൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഈ മെഷീൻ അതിന്റെ യൂസ്ഫുൾ ലൈഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതിന്റെ വാല്യൂ മുഴുവൻ നമുക്ക് ഡിപ്രീസിയേഷൻ കൊണ്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവിടെ എന്ത് വന്നു, പുതിയ ടെക്നോളജി വരുന്നു, അല്ലെങ്കിൽ എന്താണ് ഡിമാൻഡ് പാറ്റേണിൽ ചേഞ്ച് വരുന്നത് കൊണ്ട് എന്ത് വരുന്നു, നമ്മുടെ ഫിക്സഡ് അസറ്റിന് വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്സലസൻസ്. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ്, ഇതൊക്കെ മനസ്സിലാക്കി വെച്ച് പഠിക്കുക കേട്ടോ. Obsolescence is a special form of loss in the value due to external reason. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വിയർ ആൻഡ് ടിയർ ഒക്കെ എന്താണ്, ബൈ കോൺസ്റ്റന്റ് യൂസ് ഫോർ ദ ഏർണിംഗ് ആണ് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്ന യൂസേജ് അങ്ങനെയാണ്. ഓക്കെ, പക്ഷേ ഈ എക്സ്റ്റേണൽ റീസൺസ് കാരണമാണ് എന്ത് വരുന്നത്, ഒബ്സലസൻസ് വരുന്നത്. ഞാൻ പറഞ്ഞു ലോക്ക്ഡൗൺ ഒരു എക്സ്റ്റേണൽ റീസൺ അല്ലേ.
എത്രയോ പ്രോഡക്ട്സ് കെട്ടിക്കിടന്നിട്ടുണ്ടാവില്ലേ, അവയുടെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവില്ലേ. ഒബ്സലസൻസ് എന്നാണ് ഒരു എക്സ്റ്റേണൽ റീസൺ മൂലമാണ് ഉണ്ടാവുന്നത്. ഇപ്പോ നമ്മുടെ പഴയ എക്സാമ്പിൾ തന്നെ എടുത്തു, 300 മുതൽ 500 വരെ പപ്പടം ഉണ്ടാക്കുന്ന മെഷീൻ. ആ മെഷീൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല, പക്ഷെ എക്സ്റ്റേണൽ റീസൺസ്. കാരണം നമ്മുടെ ഡിമാൻഡ് കൂടുന്നു, നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ മതിയാവുന്നില്ല, അപ്പോൾ ഒരു എക്സ്റ്റേണൽ റീസൺ ആണ് നമ്മൾ പുതിയത് വരുന്നു, ഇത് ഒബ്സലേറ്റ് ആവുന്നു. അത്രേ ഉള്ളൂ ഒബ്സലസൻസ്. ഒബ്സലസൻസ് ഓഫ് എ ഡിപ്രീഷിയബിൾ അസറ്റ് ഈസ് കോസ്ഡ് ബൈ ടെക്നോളജിക്കൽ ചേഞ്ചസ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്തത് നമ്മൾ പറഞ്ഞു വിച്ച് അസറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റഡ് ടു ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാത്തത് ഏത് അസറ്റിനാണെന്ന് ചോദിച്ചാൽ ഏത് അസറ്റിനാണ്? ലാൻഡിനാണെന്ന് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നമ്മൾ നെറ്റ് റെസിഡ്യുവൽ വാല്യൂ കാണണം. ഓക്കെ, നെറ്റ് റിയലൈസേഷൻ വാല്യൂ ഉണ്ട്, നെറ്റ് റെസിഡ്യുവൽ വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, ഇതൊക്കെ നമ്മളെ വ്യത്യാസം അല്ലെങ്കിൽ എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കണം. Net residual value is the estimated net realizable value of the asset at the end of its useful life. Okay, net residual value എന്ന് പറയുന്നത് എന്താണ്? Estimated net realizable value ആണ് എപ്പോ of the asset at the end of its useful life. നോക്കൂ, നെറ്റ് റെസിഡ്യുവൽ വാല്യൂനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്നും സാൽവേജ് വാല്യൂ എന്നും ബ്രേക്കപ്പ് വാല്യൂ എന്നും പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ 10,000 രൂപയുടെ മെഷീനാണ് 10 കൊല്ലം കഴിഞ്ഞ് വാങ്ങി, ചേട്ടാ അതിന് 1000 രൂപ തരാന്ന് പറയുമ്പോൾ നമ്മൾ 1000 രൂപയെ നമ്മൾ എന്തായിട്ട് എടുക്കരുത്? നമ്മുടെ നെറ്റ് റെസിഡ്യുവൽ വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കരുത്. കാരണം എന്താണെന്നറിയോ? is calculated after deducting the expense necessary for the disposal of the asset. ഓക്കെ, അവര് പറഞ്ഞ വിലയിൽ നിന്ന് നമ്മൾ ഇനി 1000 രൂപയ്ക്ക് എടുക്കാന്ന് പറഞ്ഞാലും അവർ പറയണേ അതെ അത് ഞങ്ങളുടെ അവിടെ കൊണ്ട് എത്തിച്ചു തരണം കേട്ടോ നമ്മളോട് പറയണം. അല്ലെങ്കിൽ നമ്മൾ അത് ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടാണ് നമ്മളതൊരു പഴയ എല്ലാം സ്ക്രാപ്പ് വിൽക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് വിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ മെഷീൻ ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കാനുള്ളൊരു ചാർജ് ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ നമ്മൾ ലോഡിംഗുകാർക്ക് പൈസ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് വാടക വേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ സ്വന്തം വണ്ടിയാണെങ്കിലും ഡീസൽ അടിക്കാൻ ചിലവുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ആ വാല്യൂവും കൂടി എന്ത് ചെയ്യണം? കുറച്ചിട്ട് കിട്ടുന്ന വാല്യൂ ആണ് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ. ഓക്കെ, അതിനെയാണ് നമ്മള് സ്ക്രാപ്പ് വാല്യൂ എന്നും ബ്രേക്കപ്പ് വാല്യൂ എന്നും ഒക്കെ പറയുന്നത് എന്ന് ഓർത്ത് വെക്കുക, ശ്രദ്ധിച്ച് ഓർക്കുക കേട്ടോ. ആഫ്റ്റർ ഡിഡക്ടിങ് ദ എക്സ്പെൻസസ് നെസസറി ഫോർ ദ ഡിസ്പോസൽ ഓഫ് ദ അസറ്റ്, അതായത് കോസ്റ്റിൽ നിന്ന് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ കുറയ്ക്കുമ്പോഴാണ് ഡിപ്രീഷിയബിൾ കോസ്റ്റ് കിട്ടുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 10,000 രൂപയുള്ള മെഷീൻ 1000 രൂപ നമുക്ക് 10 വർഷം കഴിയുമ്പോൾ കിട്ടും. അപ്പൊ നമ്മൾ 10,000 മൈനസ് 1000 ആണ് ഡിപ്രീഷിയബിൾ കോസ്റ്റ് എന്ന് പറയരുത്. പകരം എന്ത് ചെയ്യണം? ഈ 1000 രൂപ കിട്ടാൻ നമുക്ക് ചിലപ്പോ ഒരു 200 രൂപയുടെ ചെലവ് വരും. 100 രൂപ വണ്ടിക്ക് വാടകയും കൊടുത്തു, 100 രൂപ ലോഡിംഗുകാർക്കും കൊടുത്തു, 200 രൂപ വണ്ടിക്ക് മൊത്തം ചെലവ് വന്നു, ഡിസ്പോസൽ ചെലവ് വന്നു. അപ്പൊ അതും കൂടി കുറച്ചിട്ട് ഇവിടെ എത്രയെ കാൽക്കുലേറ്റ് ചെയ്യാവൂ? 800 രൂപയെ കാൽക്കുലേറ്റ് ചെയ്യാവൂ. ഈ കോസ്റ്റിൽ നിന്ന് ഈ നെറ്റ് റെസിഡ്യുവൽ വാല്യൂ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ 10,000 നിന്ന് 800 കുറച്ചാൽ 9,200 രൂപയാണ് ഇവിടെ എന്ത് കോസ്റ്റ്? ഡിപ്രീഷിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണേ സ്ക്രാപ്പ് വാല്യൂ അതുപോലെ തന്നെ തരും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വന്തം വീട്ടിലോ നമ്മുടെ ബിസിനസ്സോ ഒക്കെ ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. നെറ്റ് റെസിഡ്യുവൽ വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് റെസിഡ്യുവൽ വാല്യൂ എന്താണ്? നെറ്റ് വാല്യൂ എന്താണ് ഡിസ്പോസ് ചെയ്യാൻ എടുത്ത എമൗണ്ടും കൂടി കുറച്ച് കിട്ടുന്നതാണെന്ന് ഓർത്ത് വെക്കുക. അടുത്തത് നമ്മളെ മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫറെന്റ് മെത്തേഡ് ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്, റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് ഉണ്ട്, ആന്വിറ്റി മെത്തേഡ് ഉണ്ട്, റീവാലുവേഷൻ മെത്തേഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം.